السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله ما بعد. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحاب سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا شفيع الله. خذ بأيدينا قلت حيلتنا دركنا يا سيدنا يا رسول الله. السلام عليكم يا أهل بدر ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. صدق الله العظيم. ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ബദർ യുദ്ധം. ബദർ യുദ്ധത്തിൻ്റെ സംക്ഷിപ്ത വിവരണമാണ് ഇവിടെ നൽകുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അസ്ഹാബുൽ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാനിന് ശക്തി നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും രോഗം അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ടവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗത്തൊപ്പായി കൊടുക്കുമാറാവട്ടെ. മുഖദ്ദിമ, ആമുഖം ദീർഘിപ്പിക്കാതെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. ബദർ യുദ്ധത്തിന് വ്യത്യസ്തമായ പേരുകളുണ്ട്. ബദറുൽ കുബ്ര, ബദറുൽ ഉലമ, ബദറുൽ സാനിയ, ബദറുൽ ഖിതാൽ, ബദറുൽ ഫുർഖാൻ. ഇങ്ങനെ വ്യത്യസ്തമായ നാമങ്ങളിൽ ഈ യുദ്ധത്തെ അറിയപ്പെടാൻ സാധിക്കും. ഇനി ബദർ യുദ്ധം നടന്ന വർഷവും ദിവസവും ഹിജ്റ 2, റമളാൻ 17 വെള്ളിയാഴ്ച രാവിലെയാണ് യുദ്ധം നടന്നത്. ഹിജ്റ വർഷം 2, റമളാൻ 17 അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. അതും രാവിലെയാണ് യുദ്ധം നടന്നത്. ഈ ബദർ യുദ്ധത്തിന് ബദർ എന്ന പേര് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? മദീനയിൽ നിന്ന് 4 മർഹല ദൂരമുള്ള മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് ബദർ. ബദർ ബിനുൽ ഹാരിസ് എന്നയാൾ കുഴിച്ച ഒരു കിണർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ബദർ എന്ന് പേര് വന്നത്. വേറെയും കാരണങ്ങൾ ഉണ്ട്. ഇനി യുദ്ധത്തിൻ്റെ പശ്ചാത്തലം എന്താണ്? മക്കയിലെ പീഡനങ്ങളും ത്യാഗജീവിതവും ഏറെ കാലം സഹിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മദീനയിലെത്തി ഒരുപാട് കാലം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും അവരോട് തിരിച്ചും യുദ്ധം ചെയ്യാനുള്ള ശക്തിയും സമ്മതവും മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നില്ല. ശത്രുക്കളുടെ പീഡനങ്ങളും മർദ്ദനങ്ങളും ധാരാളം ഏൽക്കേണ്ടി വന്നു. അപ്പോഴൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്ത് പ്രതികരിച്ചില്ല. പിന്നീട് മദീനയിലെത്തിയ ശേഷമാണ് യുദ്ധത്തിന് സമ്മതം നൽകിക്കൊണ്ടുള്ള ആയത്തിറങ്ങുന്നത്.
പ്രസ്തുത ആയത്ത് ഉദീന ലില്ലദീന യുഖാതലൂന ബി അന്നഹും ളുലിമു വ ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. സൂറത്തുൽ ഹജ്ജിലുള്ള ആയത്താണിത്. എന്താണ് ഈ ആയത്തിൻ്റെ വിവക്ഷ? ഉദീന ലില്ലദീന യുഖാതലൂന ബി അന്നഹും ളുലിമു, ആക്രമിക്കപ്പെട്ട വിഭാഗത്തിന് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സഹാബത്തിനും യുദ്ധം ചെയ്യാനുള്ള സമ്മതം നൽകിയിരിക്കുന്നു. യുദ്ധത്തിന് ഇരയാകുന്നവർക്ക് അവർ ആക്രമിക്കപ്പെട്ടത് കാരണം തിരിച്ച് യുദ്ധം ചെയ്യാൻ സമ്മതം നൽകപ്പെട്ടിരിക്കുന്നു. വ ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല, അലാ നസ്രിഹിം ലഖദീർ, അവരെ സഹായിക്കാൻ കഴിവുള്ളവൻ തന്നെയാകുന്നു. ഈ ആയത്താണ് യുദ്ധം ചെയ്യാനുള്ള അനുമതി ലഭിച്ചിട്ടുള്ള ആയത്ത്. മാത്രവുമല്ല, മദീനയിലെത്തിയ മുസ്ലിങ്ങളുടെ മൃഗങ്ങളെ മോഷ്ടിച്ചും കൃഷി നശിപ്പിച്ചും മറ്റും ഖുറൈശികൾ പ്രകോപനം സൃഷ്ടിച്ചു കൊണ്ടിരുന്നു. കച്ചവടത്തിലൂടെ ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം അവർ മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി നീക്കി വെച്ചു. മുസ്ലിങ്ങൾ മക്കയിൽ ഉപേക്ഷിച്ചു പോന്ന സമ്പത്ത് അവർ കൈയടക്കുകയും കച്ചവടം ചെയ്ത് അതിലൂടെ ലാഭം കൊയ്യുകയും ചെയ്തു. ആ ഇടക്കാണ് അബൂ സുഫിയാൻ്റെ, പിന്നീട് അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വന്നിരുന്നു. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള ചരിത്രമാണ്. ആ ഇടക്കാണ് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ കച്ചവട സംഘം ഷാമിലേക്ക് തിരിക്കുന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചത്. ആ കച്ചവട സമ്പത്തിൻ്റെ ഒരു ഭാഗം മുസ്ലിങ്ങളുടേതായിരുന്നു. കാരണം മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ മുസ്ലിങ്ങൾ മക്കയിൽ ഉപേക്ഷിച്ചു പോന്നതും അവരിൽ നിന്ന് അക്രമത്തിലൂടെ ഖുറൈശികൾ പിടിച്ചടക്കിയതുമായിരുന്നു ആ സമ്പത്ത്. ബലാത്കാരമായി പിടിച്ചെടുത്തതാണ്. മുസ്ലിങ്ങളുടെ സമ്പത്തായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ സ്വഹാബികളെ കൂട്ടി അബൂ സുഫിയാനെയും കൂട്ടരെയും നേരിടാനൊരുങ്ങി. പക്ഷേ ഉഷൈറ എന്ന സ്ഥലത്തെത്തിയപ്പോഴേക്കും പ്രസ്തുത കച്ചവട സംഘം രക്ഷപ്പെട്ടിരുന്നു. അവർ ഷാമിൽ നിന്ന് തിരിച്ചു വരുന്നതും പ്രതീക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മദീനയിലേക്ക് തന്നെ മടങ്ങി. പ്രസ്തുത കച്ചവട സംഘത്തിൻ്റെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെയും സഈദ് റളിയല്ലാഹു അൻഹുവിനെയും നിയോഗിച്ചു. അവർ ഹൗറാ എന്ന സ്ഥലത്തെത്തിയപ്പോൾ കച്ചവട സംഘം ഷാമിൽ നിന്ന് തിരിച്ചു പോകുന്നതു കാണുകയും ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവരം അറിയിക്കുകയും ചെയ്തു. അവരുടെ അടുക്കൽ 1000 ഒട്ടകങ്ങൾ, 50,000 ദീനാർ തുടങ്ങി സമ്പത്തിൻ്റെ വലിയ കൂമ്പാരമുണ്ടായിരുന്നു അബൂ സുഫിയാൻ്റെയും കൂട്ടരുടെയും കയ്യിൽ. പക്ഷേ ഇത്രയും വലിയ സമ്പത്തിൻ്റെ കൂടെ ആകെ 40ഓളം ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ അവസരം മുതലെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ വിളിച്ചുകൂട്ടി ഇങ്ങനെ പറഞ്ഞു: ഖുറൈശികളുടെ കച്ചവട സംഘം ഇതാ, അവരുടെ പക്കൽ അവരുടെ സമ്പത്തുണ്ട്, നിങ്ങൾ അവരെ നേരിടാൻ തയ്യാറാകുക. അള്ളാഹു ആ സമ്പത്ത് നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നേക്കാം. ഹാദിഹി ഇറു ഖുറൈശ് ഫീഹാ അംവാലുഹും ഫഖ്റുജു ഇലൈഹാ ലഅല്ലല്ലാഹ അൻ യുൻഫിൽകുമുഹാ. ഇത് ഖുറൈശികളുടെ കച്ചവട സംഘമാണ്. ഫീഹ അംവാലുഹും, അതിൽ ധാരാളം സമ്പത്തുക്കളുണ്ട്. ഫഖ്റുജു ഇലൈഹ, അവരിലേക്ക് നിങ്ങൾ പുറപ്പെടണം. അല്ലാഹു തആല അത് നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നേക്കാം, നൽകിയേക്കാം. പ്രസ്തുത കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി
മുസ്ലിങ്ങൾ സജ്ജരായി. ഒരു യുദ്ധം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അവരുടെ ആൾബലം വളരെ കുറവാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും എല്ലാ നിലക്കും ദ്രോഹിക്കുകയും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്ത ഒരു വിഭാഗത്തിനെ സാമ്പത്തികമായി പ്രതിരോധിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു കണ്ടീഷനിലാണ് പുറപ്പെടുന്നത്. അല്ലാതെ ഒരു യുദ്ധം ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ടതല്ല. എണ്ണത്തിലെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത്. ചരിത്രങ്ങളിൽ 310, 313, 314, 315, 363 ഇതാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ബദരീങ്ങൾ 313 പേരാണ്. നമ്മൾ സാധാരണ പറഞ്ഞു വരുന്ന എണ്ണം. 64 മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്നെല്ലാം ഒഴിവാക്കി മദീനയിലേക്ക് നബിയോടൊപ്പം ഹിജ്റ പോയ സ്വഹാബാക്കൾ. ബാക്കി അൻസാറുകൾ എന്ന് പറഞ്ഞാൽ ആ മുഹാജിരീങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ചെയ്ത മദീനക്കാരായ സ്വഹാബികൾ. 3 കുതിരകൾ. 1 മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുതിര, 2 സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുതിര, 3 മർസദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുതിര. എഴുപത് ജിന്നുകളും കൂടെ ഉണ്ടായിരുന്നു എന്ന് സുഹൈൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്വാലിഹീങ്ങളായ ജിന്നുകൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. 70 ഒട്ടകങ്ങൾ. ഒരൊട്ടകപ്പുറത്ത് 3 ആളുകൾ വീതം മാറി മാറി ഊഴം വെച്ചായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ആകെ മുസ്ലിങ്ങൾക്കുള്ളത് 70 ഒട്ടകങ്ങൾ. ഒരൊട്ടകപ്പുറത്ത് 3 ആളുകൾ. അതിങ്ങനെ മാറി മാറി യാത്ര ചെയ്യുക. 3 ആളെ വഹിക്കാനുള്ള ത്വാഖത്ത് ഒട്ടകത്തിനില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അലി റളിയല്ലാഹു അൻഹും അബൂ ലുബാബ റളിയല്ലാഹു അൻഹും ഒരു ഒട്ടകപ്പുറത്ത് മാറി മാറിയായിരുന്നു യാത്ര ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഊഴമായപ്പോൾ അവർ പറഞ്ഞു, അബൂ ലുബാബ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും പറഞ്ഞു, നബിയെ അങ്ങയ്ക്ക് പകരം ഇനി ഞങ്ങൾ നടന്നുകൊള്ളാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, നിങ്ങൾ രണ്ടുപേരും എന്നേക്കാൾ ശക്തിയുള്ളവരൊന്നും അല്ലല്ലോ. നഹനു നംഷി അങ്ക. അബൂ ലുബാബ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹു നഹനു നംഷി അങ്ക, താങ്കൾക്ക് പകരം ഞങ്ങൾ നടക്കാം നബിയെ. അപ്പോൾ നബി തങ്ങളുടെ മറുപടി, ഫഖാൽ മാ അന്തുമാ ബി അഖ്വാ മിന്നി വലാ അന ബി അഗ്ന അനിൽ അജ്രി മിൻകുമാ. നിങ്ങൾ രണ്ടുപേരും എന്നേക്കാൾ ശക്തിയുള്ളവരൊന്നുമല്ല, ഞാനാണെങ്കിലോ നിങ്ങളെക്കാൾ പ്രതിഫലം ആവശ്യമില്ലാത്തവനുമല്ല. എനിക്കും പ്രതിഫലം കിട്ടണമല്ലോ, നടന്നുകൊണ്ടുള്ള പ്രതിഫലം. നിങ്ങൾക്ക് മാത്രം കിട്ടിയാൽ പോരല്ലോ. ഇതായിരുന്നു നേതാവിൻ്റെ ത്യാഗം. നേതാവിൻ്റെ അണികളോടുള്ള സമീപന രീതി ഇതായിരുന്നു. എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കം 10 സ്വഹാബികൾ വ്യത്യസ്ത കാരണങ്ങളാൽ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. പങ്കെടുക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്മതം ലഭിച്ചവരായിരുന്നു. പക്ഷേ അവർക്കെല്ലാം ബദരീങ്ങളെ പ്രതിഫലം ലഭിച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും പങ്കെടുത്തവരുടെ അതേ പുണ്യം അവർക്ക് ലഭിക്കും. ഈ 10 ആളുകൾക്ക് അതിന് തക്കതായ കാരണം അവർക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും കൂടി യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, നമ്മോടൊപ്പം യുദ്ധത്തിന് പങ്കെടുക്കാതെ തക്കതായ കാരണം കൊണ്ട് വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന ആളുകൾ ഉണ്ടല്ലോ, മാ ഖത്തഅ്തും വാദിയൻ, നിങ്ങൾ ഒരു മലഞ്ചെരുവിനെയും മുറിച്ചിട്ടില്ല, വലാ ഷിഅബൻ, ഒരു മലയിടുക്കുകളെയും നിങ്ങൾ മുറിച്ചിട്ടില്ല, ഇല്ലാ വഹും
മാനാഫിൽ അജ്രി, അവർ നമ്മോടൊപ്പം പ്രതിഫലത്തിൽ ഉണ്ടായിട്ടല്ലാതെ. അപ്പം നമുക്ക് ലഭിക്കുന്ന അതേ പ്രതിഫലം അവർക്കും ലഭിക്കും. അവർക്ക് യുദ്ധത്തിന് വരണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ഹബസഹുമുൽ ഉദുറു, അവർക്ക് ഉദുർ തടസ്സമായിട്ടുണ്ട്. ചിലർക്ക് രോഗികളെ പരിചരിക്കണം, ചിലർക്ക് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, അവരെ കൂടെ ആണുങ്ങളില്ല, അപ്പോൾ ബുദ്ധിമുട്ടാണ് അവർ വന്നാൽ. ഇങ്ങനെ തക്കതായ കാരണങ്ങളെ കൊണ്ട് പിന്തിയ 10ഓളം ആളുകളുണ്ടായിരുന്നു. അവർക്കും നമുക്ക് ലഭിക്കുന്ന അതേ പുണ്യം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രോഗിയായിരിക്കുന്ന തൻ്റെ ഭാര്യയെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ റുഖിയ ബീവി റളിയല്ലാഹു അൻഹയെ ശുശ്രൂഷിക്കാനുള്ളത് കൊണ്ടായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു പങ്കെടുക്കാതിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിശ്ചയം നിങ്ങൾക്ക് യുദ്ധത്തിൽ പങ്കെടുത്ത ഒരാളുടെ പ്രതിഫലവും യുദ്ധമുതലിലെ അവകാശം ലഭിക്കുന്നതാണ്. ഇന്ന ലക ല അജ്റു റജുലിൻ മിമ്മൻ ഷഹിദഹ വസഹ്മഹു, നിങ്ങൾക്ക് യുദ്ധത്തിൽ പങ്കെടുത്ത പുണ്യമുണ്ട്, അതോടൊപ്പം തന്നെ യുദ്ധത്തിൽ പങ്കെടുത്താൽ കിട്ടുന്ന ഗനീമത്തിൻ്റെ ഒരു ഓഹരിയുമുണ്ട്. ഇതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാരണം. മറ്റൊരു സഹാബി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ ആൾ. മൂന്നാമത്തെ ആൾ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു. നാലാമത്തെ ആൾ അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. 5 ആസിം ബിൻ അദി റളിയല്ലാഹു അൻഹു. 6 ഖവ്വാത്ത് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു. 7 ഹാരിസ് ബിൻ സിമ്മ റളിയല്ലാഹു അൻഹു. 8 തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. 9 സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. 10 സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 10 ആളുകളാണ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർ തക്കതായ കാരണം കൊണ്ട്. വളരെ കുറഞ്ഞ ആൾബലവുമായി മുസ്ലിങ്ങൾ റമളാൻ 8 തിങ്കളാഴ്ച യാത്ര തിരിച്ചു. 1-2 ദിവസം അവർ നോമ്പെടുത്തിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിശ്ചയം ഞാൻ നോമ്പ് മുറിച്ചിരിക്കുന്നു, അതിനാൽ നിങ്ങൾ നോമ്പ് മുറിക്കുക. കാരണം റമളാൻ മാസത്തിലാണല്ലോ യുദ്ധം നടക്കുന്നത്. നോമ്പ് നോറ്റുകൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നോമ്പ് ഒഴിവാക്കിയിരിക്കുന്നു, നിങ്ങൾ നോമ്പ് ഒഴിവാക്കുക. ഷാമിൽ നിന്ന് കച്ചവട സമ്പത്തുമായി മടങ്ങുമ്പോൾ മുസ്ലിങ്ങളുടെ കയ്യിൽ അകപ്പെടുമോ എന്ന ആശങ്ക അബൂ സുഫിയാനെ അലട്ടുന്നുണ്ടായിരുന്നു. ഹിജാസിലെത്തിയപ്പോൾ അദ്ദേഹം രഹസ്യാന്വേഷണം നടത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും തങ്ങളെ കീഴ്പ്പെടുത്താൻ വരുന്നുണ്ടെന്ന വിവരം അദ്ദേഹത്തിന് ലഭിച്ചു. ഉടനെ രക്ഷപ്പെടാൻ വേണ്ടി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് 20 ദീനാർ കൂലി നൽകി ലംലബിനു അംറിനെ അബൂ സുഫിയാൻ മക്കയിലേക്ക് പറഞ്ഞയച്ചു. ഈ ലംലബിന് അംറ് ഇസ്ലാം മതം സ്വീകരിച്ചിനോ ഇല്ലേ, അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. ഏതായാലും ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പാണ് അബൂ സുഫിയാൻ ഇദ്ദേഹത്തിന് ദീനാർ കൂലി നൽകിയിട്ട് അയച്ചത്. മക്കയിലേക്ക് പുറപ്പെടാനൊരുങ്ങിയ ലംലമിനോട് തങ്ങൾ അകപ്പെട്ട വിഷയത്തിൻ്റെ ഗൗരവം സൂചിപ്പിക്കാൻ മക്കയിലെത്തുമ്പോൾ ഒട്ടകത്തിൻ്റെ മൂക്ക് മുറിക്കാനും വസ്ത്രത്തിൻ്റെ മുൻഭാഗം പിൻഭാഗവും പിച്ചി ചീന്താനും ഒട്ടകപ്പുറത്തുള്ള കൂടാരം സ്ഥാനം തെറ്റിക്കാനും അബൂ സുഫിയാൻ കൽപ്പിച്ചു. അയാൾ തൻ്റെ ഒട്ടകപ്പുറത്ത് അതിവേഗം മക്ക ലക്ഷ്യമാക്കി കുതിച്ചു. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചത് ഇത്രമാത്രം വിഷമങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഇടയ്ക്കാണ് മക്കയിൽ ഒരു സംഭവം നടക്കുന്നത്. അബ്ദുൽ മുത്തലിബിൻ്റെ മകൾ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായി ആത്തിക്ക, അവർ മുസ്ലിം ആയിട്ടുണ്ടോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇരിക്കട്ടെ, ഈ ആതിക ബീവി ഭയാനകമായൊരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? ലംലം മക്കയിലെത്തുന്നതിൻ്റെ 3 ദിവസം മുമ്പാണ് പ്രസ്തുത സ്വപ്നം കാണുന്നത്. ആ സ്വപ്ന കഥ മറ്റാരോടും പറയരുത് എന്ന ഉപാധിയോടെ അവർ തൻ്റെ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ആരോടും പറയാൻ പാടില്ല, നിങ്ങളോട് മാത്രമാണ് പറയുന്നത് പറഞ്ഞുകൊണ്ടാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്.
സ്വപ്നകഥ ഇങ്ങനെയാണ്. ഒട്ടകപ്പുറത്തൊരാൾ വന്നുകൊണ്ട് മക്കയുടെ അടുത്തുള്ള അബ്തഹി എന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, വഞ്ചകരെ, 3 ദിവസങ്ങൾക്കകം നിങ്ങൾക്ക് മരിച്ചു വീഴാനുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ പുറപ്പെടുവീൻ. ഇൻഫിറു യ ആല ഉദർ ലി മസാരിക്കും ഫി സലാസ്. നിങ്ങൾ പുറപ്പെട്ടു കൊള്ളുക, നിങ്ങൾക്ക് മരിച്ചു വീഴാനുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ പുറപ്പെട്ടു കൊള്ളുക. യ ആല ഉദർ, വഞ്ചകരെ. ഇതാണ് സ്വപ്നം. അയാളുടെ ശബ്ദം കേട്ട ജനങ്ങളെല്ലാം അവിടെ ഒരുമിച്ച് കൂടി. ശേഷം അയാൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചു. ജനങ്ങൾ അയാളുടെ പിന്നാലെയുണ്ടായിരുന്നു. അതിനിടയിൽ അയാൾ കഅബയ്ക്ക് മുകളിൽ കയറുകയും വീണ്ടും ഇതേ വാചകം വിളിച്ചു പറയുകയും ചെയ്തു. ശേഷം അബൂ ഖുബൈസ് പർവ്വതത്തിലും കയറി ഇതുപോലെ വിളിച്ചു പറഞ്ഞു. ശേഷം ഒരു പാറക്കഷ്ണം ഉരുട്ടി താഴേക്കിടുകയും അത് പർവ്വതത്തിൻ്റെ താഴ്ഭാഗത്ത് പതിക്കുകയും മക്കയിലുള്ള സർവ്വ വീടുകളിലും അതിൻ്റെ ചീടുകളെത്തുകയും ചെയ്തു. ആതിക ബീവി കണ്ട ഈ സ്വപ്നകഥ കേട്ടപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു സത്യം, ഇതൊരു ഗൗരവമായ സ്വപ്നം തന്നെയാണ്. ഇത് നീ ആരോട് പറയാതെ മറച്ചു വെക്കുക. ആരാ പറയുന്നത്? അബ്ബാസ് റളിയല്ലാഹു അൻഹു ആതിക ബീവിയോട്. ആതിക ബീവി അബ്ബാസിനോടും പറഞ്ഞു, നീ ആരോടും ഇത് പറയാൻ പാടില്ല, ഞാൻ ഈ കണ്ട സ്വപ്നം. വല്ലാഹി ഇന്ന ഹാദിഹി ലറുയ വ അന്തി ഫക്തുമീഹാ വലാ തദ്കുരീഹാ ലിഅഹദിൻ. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ആതിക ബീവി വിഷയം പറഞ്ഞപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്ന ഹാദിഹി ലറുയ, ഇത് വല്ലാത്തൊരു സ്വപ്നമാണ്. വാന്തി ഫക്തുമീഹ, ഇതിനെ നീ മറച്ചു വെക്കണം. വലാ തദ്കുരീഹാ ലിഅഹദിൻ, ഒരാളോടും പറയരുത്. പ്രസ്തുത സ്വപ്നകഥ ആരോടും പറയരുതെന്ന ഉപാധിയോട് അബ്ബാസ് റളിയല്ലാഹു അൻഹു തൻ്റെ ഉറ്റ സുഹൃത്തായ വലീദിനോട് പറഞ്ഞു. മൂപ്പരാരോടും പറയാൻ പാടില്ല എന്ന് പറഞ്ഞതാ. പക്ഷെ മൂപ്പരുടെ ഉറ്റ സുഹൃത്ത്, വിശ്വസ്തനായൊരു സുഹൃത്ത് എന്ന നിലക്ക് വലീദിനോട് പറഞ്ഞു. വലീദ് തൻ്റെ പിതാവായ ഉത്ബത്തിനോട് പറയും. അങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് മക്കയിൽ സ്വപ്നവാർത്ത പരക്കുകയും ചെയ്തു. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ ഇരിക്കെ ഞാൻ കഅബ തവാഫ് ചെയ്യാൻ പോയി. അബൂജഹലും സംഘവും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ അബൂജഹൽ പറഞ്ഞു, അബ്ബാസെ, തവാഫ് കഴിഞ്ഞാൽ എൻ്റെ അടുക്കിൽ നിന്ന് വരണം. അങ്ങനെ തവാഫ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്നു. അബൂജഹലിൻ്റെ ചോദ്യം, നിങ്ങളിൽ എപ്പോഴാണ് ഈ പ്രവാചക സ്ത്രീ വന്നത്? ഇങ്ങനെ, യാ ബനി അബ്ദുൽ മുത്തലിബ് മത്താ ഹദ്ദസത് ഫീകും ഹാദിഹിൻ നബിയ്യ, നിങ്ങളിൽ എപ്പോഴാണ് ഈ പ്രവാചക സ്ത്രീ വന്നത്? കാര്യം അന്വേഷിച്ചപ്പോൾ ആതിക കണ്ട സ്വപ്നത്തെ കുറിച്ചാണ് ഇവരുടെ പരിഹാസമെന്ന് ബോധ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, അവരൊന്നും കണ്ടിട്ടില്ലല്ലോ. അത് കേട്ട അബൂജഹൽ എന്നെ ഒരുപാട് പരിഹസിച്ചു. അവസാനം പറഞ്ഞു, ഞങ്ങൾ 3 ദിവസം കാത്തിരിക്കും. അവർ പറഞ്ഞത് സത്യമാണെങ്കിൽ അതുണ്ടാകും. 3 ദിവസം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ അറബികളിൽ ഏറ്റവും വലിയ കളവ് പറയുന്നവർ നിങ്ങളാണെന്ന് ഞങ്ങൾ വിധിയെഴുതും. ഇത് കേട്ടപ്പോൾ നീയും നിൻ്റെ കുടുംബക്കാരുമാണ് കളവ് പറയുന്നവരെന്നും കാത്തിരുന്ന് കാണാമെന്നും അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചടിച്ചു. അബൂജഹൽ ഇത് പറഞ്ഞപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചടിച്ചത് എന്താ? നിങ്ങളും നിങ്ങളുടെ കുടുംബക്കാരും ആണ് കളവ് പറയുന്നവർ, അത് കാത്തിരുന്ന് കാണാം എന്ന് അബ്ബാസ് തിരിച്ചടിച്ചു. വീട്ടിൽ തിരിച്ചെത്തിയ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നകഥ പരസ്യമാക്കിയതിൻ്റെ പേരിൽ ആതിക ശക്തമായി ശകാരിച്ചു. അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ആതികയോട് പറഞ്ഞത്, ആരോടും പറയാൻ പാടില്ല. ഇപ്പം പറഞ്ഞതാരാ? അബ്ബാസ് റളിയല്ലാഹു അൻഹു ശക്തിയായി ശകാരിച്ചു. മാത്രമല്ല, അബൂജഹലിൻ്റെ പരിഹാസത്തിന് പ്രതികാരം ചോദിക്കാത്തതിന് അബ്ദുൽ മുത്തലിബിൻ്റെ കുടുംബത്തിലെ സ്ത്രീകളെല്ലാം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ നല്ലവണ്ണം ആക്ഷേപിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സത്യം, വഅയ്മുല്ലാഹി ലഅതഅറളന്ന ലഹു വഇൻ ആദ ഖാതൽതുഹു, അല്ലാഹു സത്യം, ഞാൻ അവനോട് പ്രതികാരം ചോദിക്കും. ഇനി അവൻ അത് ആവർത്തിച്ചാൽ ഞാൻ അവനോട് യുദ്ധം ചെയ്യും. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു.
അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, സ്വപ്നത്തിൻ്റെ 3-ാം ദിവസം ഞാൻ ദേഷ്യത്തോടെ അബൂജഹലിനെയും തേടി ഇറങ്ങി. പക്ഷേ അവനെ കണ്ടപ്പോൾ കാര്യമായി എന്തോ ഭയം അവനെ പിടികൂടിയതുപോലെ എനിക്ക് തോന്നി. അവൻ പേടിച്ചുകൊണ്ട് പള്ളിയുടെ വാതിലിനടുത്തേക്ക് നീങ്ങി. അവൻ്റെ പേടി മനസ്സിലാക്കിയപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു, ഇവനെന്തു പറ്റി? പേടിച്ചോടുന്ന ഈ ഭീരുവിനോടാണോ ഞാൻ തർക്കിക്കാനിരിക്കുന്നത്? അപ്പോഴാണ് അവൻ പേടിച്ചോടാനുള്ള കാരണം എനിക്ക് പിടികിട്ടിയത്. അബൂ സുഫിയാൻ പറഞ്ഞു, ലംദം മക്കയിലെത്തിയിരിക്കുന്നു. ഒട്ടകത്തിൻ്റെ മൂക്ക്, ഈ അബൂ സുഫിയാൻ പറഞ്ഞു വിട്ട ഈ ലംദം മക്കയിലെത്തിയിരിക്കുന്നു. ഒട്ടകത്തിൻ്റെ മൂക്ക് മുറിച്ച് വസ്ത്രങ്ങൾ പിച്ച് ചീന്തി ഒട്ടകക്കട്ടിലെ സ്ഥാനം തെറ്റിച്ച് അവൻ ഉറക്കെ വിളിച്ചു പറയുന്നു, ഖുറൈശികളെ, സമ്പത്തും സുഗന്ധങ്ങളും ചുമക്കുന്ന നിങ്ങളുടെ ഒട്ടകങ്ങൾക്ക് അപകടം സംഭവിച്ചിരിക്കുന്നു. അബൂ സുഫിയാൻ്റെ പക്കലുള്ള നിങ്ങളുടെ സമ്പത്ത് മുഹമ്മദും അനുയായികളും തടഞ്ഞു വച്ചിരിക്കുന്നു. ഇനി അത് തിരിച്ചു ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സഹായിക്കൂ, സഹായിക്കൂ എന്ന് വിളിച്ചു പറയാം. ആര്? ലംലം മക്കത്ത് വന്ന് വിളിച്ചു പറയാം, യാ മഅ്ശറ ഖുറൈശ് അല്ലതീമ അറളലഹ മുഹമ്മദ് ഫി സഹാബിഹി ലാ അറ അൻ തുദ്രികുഹ അൽ ഗൗസ്. രക്ഷപ്പെടണമെങ്കിൽ വേ സഹായിച്ചുകൊള്ളൂ എന്ന് വിളിച്ചു പറയാം. ലംലമിൻ്റെ സഹായാഭ്യർത്ഥന കേട്ട ഖുറൈശികൾ പെട്ടെന്ന് തന്നെ യുദ്ധത്തിന് തയ്യാറെടുത്തു. ഓരോരുത്തരും യുദ്ധത്തിനിറങ്ങുകയും മറ്റുള്ളവരെ അതിനു വേണ്ടി പ്രേരിപ്പിക്കുകയും കൊണ്ടിരുന്നു. ഖുറൈശി പ്രമാണിമാറും മറ്റുള്ളവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. സമ്പന്നനായ സുഹൈൽ ഇബ്നു അംർ അവരോട് പറഞ്ഞു, മുഹമ്മദിനെയും മദീനയിലെ കുട്ടികളെയും നിങ്ങൾ വെറുതെ വിടുകയാണോ? ആർക്കെങ്കിലും യുദ്ധത്തിനിറങ്ങാൻ സമ്പത്ത് വേണമെങ്കിൽ ഇതാ എൻ്റെ സമ്പത്ത് എടുത്തോളൂ. ആർക്കെങ്കിലും ഭക്ഷണം വേണമെങ്കിൽ ഇതാ എൻ്റെ ഭക്ഷണം എടുത്തോളൂ. വിളിച്ചു പറയാണ് സുഹൈൽ ഇബ്നു അംർ, മൻ അറാദ മാലൻ ഫഹാദ മാലി വമൻ അറാദ ഖൂതൻ ഫഹാദ ഖൂത്തി. ആർക്കെന്ത് വേണമെങ്കിലും ഞാൻ തന്നുകൊള്ളാം. എന്നാൽ ആതിക ബീവിയുടെ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിച്ച് അബൂലഹബ് പേടി കാരണം യുദ്ധത്തിന് ഇറങ്ങിയില്ല. പകരം തനിക്ക് 4000 ദിർഹം കടം തരാനുള്ള ആസിം ഇബ്നു ഹിഷാമിനെ യുദ്ധത്തിന് പറഞ്ഞയച്ചു. പാപ്പറായത് കാരണം ആ കടം തിരിച്ചു നൽകാൻ അയാൾക്ക് സാധിച്ചിരുന്നില്ല. അതിന് പകരമായാണ് അയാൾ അബൂലഹബ് പറഞ്ഞയച്ചത്. തനിക്ക് പോകാൻ ധൈര്യമില്ല. അതുപോലെ ഉമയ്യത്ത് ബിൻ ഖലഫ് യുദ്ധത്തിനിറങ്ങാതെ മാറി നിൽക്കാൻ തീരുമാനിച്ചു. താൻ മുസ്ലിങ്ങളുടെ കരങ്ങളാൽ വധിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചിട്ടുണ്ടെന്ന് മുമ്പൊരിക്കൽ തൻ്റെ ഉറ്റ കൂട്ടുകാരനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അയാൾ ഓർത്തു. ആ പേടിയാണ് അയാളെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. പ്രായം ചെന്ന നല്ല ഭാരവും തടിയുമുള്ള മനുഷ്യനായിരുന്നു ഉമയ്യത്ത്. അയാളുടെ ഭീരുത്വം കണ്ടപ്പോൾ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് സുഗന്ധം പുകയിപ്പിക്കുന്ന പാത്രം കൊണ്ടുവന്ന് അയാളുടെ മുമ്പിൽ വെച്ച് ഈ സമയത്ത് തങ്ങൾ യുദ്ധത്തിനിറങ്ങിയാൽ അവർ വന്ന് അതിനെ തിരിച്ചടിക്കുമോ എന്ന ഭയം ഖുറൈശികളെ അങ്കലാപ്പിലാക്കി. അപ്പോഴാണ് കിനാനക്കാരുടെ നേതാവായ സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ രൂപത്തിൽ ഇബ്ലീസ് വന്ന് ഖുറൈശികൾക്ക് ധൈര്യം പകർന്നത്. ഇബ്ലീസ് പല കോലത്തിലും വരുമല്ലോ, പല രൂപത്തിലും വരും. സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ രൂപത്തിൽ ഇബ്ലീസ് വന്ന് ഖുറൈശികൾക്ക് ധൈര്യം പകർന്നത്. ഇബ്ലീസ് പറഞ്ഞു, കിനാനക്കാർ നിങ്ങൾക്ക് പിന്നാലെ വന്ന് അനിഷ്ടകരമായ വല്ലതും ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഞാൻ സംരക്ഷണം നൽകാം. അവർ ഒന്നും ചെയ്യില്ല. ഞാൻ അവരുടെ നേതാവാണ്. ഇന്ന് നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. സുറാഖത്താണെന്ന വിശ്വാസത്തിൽ ഇബ്ലീസിൻ്റെ വാക്ക് കേട്ട് ഖുറൈശികൾ ധൈര്യത്തോടെ യാത്ര തിരിച്ചു. ഖുറൈശികളുടെ ധൈര്യം ചോരാതിരിക്കാൻ ഇബ്ലീസും അനുയായികളും അവരോടൊപ്പം ചേർന്നു. ഇബ്ലീസ് പറഞ്ഞ വാക്ക്, അന ലക്കും ജാറും മിന്നൻ തഅതീകും ഗിനാന മിൻ ഖൽഫിക്കും ബിശൈഇൻ തക്റഹൂനഹു ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനൻ നാസ് വ ഇന്നി ജാറുൽ ലക്കും. ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ അതിജയിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. വ ഇന്നി ജാറുൽ ലക്കും, ഞാൻ നിങ്ങളെ സഹായിക്കും. മുസ്ലിങ്ങളെ അപേക്ഷിച്ച് അവരുടെ സൈനിക ബലം വളരെ കൂടുതലായിരുന്നു.
1300 പടയാളികളുമായിട്ടാണ് അവർ യുദ്ധത്തിന് പുറപ്പെട്ടത്. 100 കുതിരകൾ, 700 ഒട്ടകങ്ങൾ, 600 അങ്കികൾ എന്നിവ അവർക്കുണ്ടായിരുന്നു. കൂടാതെ പാട്ടുകാരികളും നർത്തകികളും മദ്യവും വാദ്യോപകരണങ്ങളും അവരുടെ സൈന്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഓരോ ദിവസവും 9ഉം 10ഉം വീതം ഒട്ടകങ്ങൾ അർത്താണ് അവർ ഭക്ഷിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള വഴിയിൽ പ്രവേശിച്ചു. സഫ്രാ എന്ന സ്ഥലത്ത് എത്താറായപ്പോൾ അബൂ സുഫിയാനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ബസ് റളിയല്ലാഹുവിനെയും അദി റളിയല്ലാഹുവിനെയും ബദറിലേക്ക് പറഞ്ഞയച്ചു. അവർ രണ്ടുപേരും അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള കിണറിനടുത്ത് വെച്ച് 2 സ്ത്രീകൾ തർക്കിക്കുന്നത് കണ്ടു. കടം തിരിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിലാണ് അവർ തർക്കിച്ചു കൊണ്ടിരിക്കുന്നത്. അവരിൽ ഒരുത്തി കൂടെയുള്ളവളോട് ഇങ്ങനെ പറഞ്ഞു, അബൂ സുഫിയാൻ്റെ കാഫില സംഘം നാളെയോ മറ്റന്നാളോ ഇവിടെ വരും. അപ്പോൾ ഞാൻ അവർക്ക് ജോലി ചെയ്ത് നിൻ്റെ കടം വീട്ടിത്തരാം. ഈ വിവരം കിട്ടിയ 2 സ്വഹാബികളും ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് വിവരങ്ങൾ കൈമാറി. അപ്പോൾ ഈ സ്ത്രീകളുടെ സംഭാഷണത്തിൽ എന്ത് മനസ്സിലായി? അബൂ സുഫിയാനും കൂട്ടരും 1-2 ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും എന്ന് മനസ്സിലായി. ഷാമിൽ നിന്ന് യാത്ര തിരിച്ച അബൂ സുഫിയാനും സംഘവും ബദറിലെത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന മജ്ദി ബിനു അംർ എന്ന മനുഷ്യനോട് ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ആരെയും കണ്ടിട്ടില്ല. എങ്കിലും ഒട്ടകപ്പുറത്ത് 2 ആളുകൾ ഇവിടെ വരികയും പാത്രത്തിൽ വെള്ളം കോരിയെടുത്ത് തിരിച്ചു പോരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അബൂ സുഫിയാൻ അവരുടെ കാലടികൾ നിരീക്ഷിച്ചു. അതിൽ നിന്ന് അവർ വന്ന ഒട്ടകത്തിൻ്റെ കാഷ്ടം ലഭിച്ചു. അത് പരിശോധിച്ചപ്പോൾ അതിൽ മദീനയിൽ ഉണ്ടാകാറുള്ള ഈത്തപ്പഴത്തിൻ്റെ അവശിഷ്ടങ്ങൾ അയാൾ കണ്ടു. ഉടനെ തൻ്റെ സഹയാത്രികരുടെ അടുക്കിലേക്ക് ചെന്ന് വിവരം പറയുകയും യാത്രയുടെ ദിശ മാറ്റുകയും സമുദ്രതീരം വഴി ബദറിൻ്റെ വലതുഭാഗത്തിലൂടെ രക്ഷപ്പെടുകയും ചെയ്തു. ഇവിടെ എവിടെയോ മുഹമ്മദ് കൂട്ടരുണ്ടെന്ന് മനസ്സിലാക്കി. ഈ ഒട്ടകത്തിൻ്റെ കാഷ്ടത്തിൽ നിന്നാണ് അവർ മനസ്സിലാക്കിയത് മദീനയിലുള്ള ഈത്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ അംശങ്ങളുണ്ടായിരുന്നത്. അപ്പം ദിശ മാറ്റിയിട്ട് വേറൊരു ഭാഗത്തൂടെ അങ്ങോട്ട് പോയി. മക്കയിൽ നിന്ന് അഹങ്കാരത്തോടെ പുറപ്പെട്ട ഖുറൈശികൾ ജുഹഫയിലെത്തിയപ്പോൾ അബൂ സുഫിയാൻ്റെ സന്ദേശമെത്തി, ഞങ്ങളുടെ കാഫില സംഘം രക്ഷപ്പെട്ടിരിക്കുന്നു. അബൂ സുഫിയാനെയും കൂട്ടരെയും അതിക്രമിക്കാൻ വേണ്ടി മുഹമ്മദ് കൂട്ടർ പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ ഈ മക്കയിൽ നിന്ന് പുറപ്പെട്ട ഖുറൈശികൾ വലിയ സന്നാഹത്തോടു കൂടിയാണല്ലോ പുറപ്പെട്ടത്. അപ്പോൾ പുറപ്പെട്ട വിഷയം അബൂ സുഫിയാനും കൂട്ടർ അറിഞ്ഞു. അപ്പോൾ അബൂ സുഫിയാനും കൂട്ടരും പറഞ്ഞ്, ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു, അതിനാൽ നിങ്ങൾ മക്കയിലേക്ക് തന്നെ മടങ്ങുക. പക്ഷേ സന്ദേശം വായിച്ച അബൂൽ ജഹലിന് അഹങ്കാരം മൂത്തു. അവൻ പറഞ്ഞു, അള്ളാഹു സത്യം, ഞങ്ങൾ ബദറിൽ ചെന്ന് 3 ദിവസം അവിടെ താമസിക്കും. അവിടെ വെച്ച് ഒട്ടകത്തറുത്ത് ഭക്ഷണം കഴിക്കുകയും മദ്യപിച്ച് പാട്ടുപാടുകയും ചെയ്ത ശേഷമല്ലാതെ മടങ്ങില്ല. ഞങ്ങളുടെ വീരകഥകൾ മദീനക്കാർ കേൾക്കണം. ഇനി ഒരിക്കലും അവർക്ക് ഞങ്ങളെ പിടിക്കാൻ ധൈര്യമുണ്ടാവരുത്. വല്ലാഹി ലാ നർജു ഹത്താ നരിദു ബദ്റൻ ഫനുഖീമു ബിഹാ സലാസ. അള്ളാഹുവിനെ തന്നെ ആ സത്യങ്ങൾ മടങ്ങില്ല. ജുഹഫയിൽ തമ്പടിച്ച ഖുറൈശികൾക്കിടയിൽ പുതിയൊരു സംഭവം ഉണ്ടായി. ബനു മുത്തലിബ് ഗോത്രത്തിൽപ്പെട്ട ജുഹൈം ബിൻ സൽത്ത് എന്ന വ്യക്തി പിന്നീട് മുസ്ലിമായിട്ടുണ്ട്. ഒരു സ്വപ്നം കണ്ടു. അദ്ദേഹം പറയുന്നു, ഞാൻ ഉറക്കിൻ്റെയും ഉണർച്ചയുടെയും ഇടയിലായിരിക്കെ ഒരാൾ കുതിരപ്പുറത്ത് എൻ്റെ അടുക്കൽ വന്നു. ഞാൻ ഉറങ്ങിയിട്ടില്ല, ഉണർന്നിട്ടുമില്ല, ഒരു മയക്കത്തിലാണ്. ഒരാൾ കുതിരപ്പുറത്ത് എൻ്റെ അടുക്കൽ വന്നു നിന്ന് ശേഷം ഉത്ബത്ത്, ഷൈബത്ത്, അബുൽ ഹക്കാം, ഉമയ്യത്ത്, ഖുറൈശികളിൽപ്പെട്ട മറ്റു പ്രധാനികളുടെയും പേരുകൾ പറഞ്ഞു. അവരെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നു പറഞ്ഞു. ശേഷം അയാൾ കൂടെയുണ്ടായിരുന്ന ഒട്ടകത്തിനെ നെഞ്ചിൽ വെട്ടുകയും ഖുറൈശികളെ കൂടാരത്തിലേക്ക് അതിനെ അയക്കുകയും ഒട്ടകത്തിൻ്റെ രക്തം അവരുടെയെല്ലാം ശരീരത്തിൽ പുരളുകയും ചെയ്തു. പ്രസ്തുത സ്വപ്ന വാർത്ത കേട്ടപ്പോൾ അബൂ ജഹൽ പറഞ്ഞു, ഇതാ ഇബ്നുൽ മുത്തലിബിൽ നിന്ന് വീണ്ടും ഒരു നബി വന്നിരിക്കുന്നു. നാളെ മുസ്ലിങ്ങളുമായി ഏറ്റുമുട്ടുമ്പോൾ അവൻ അറിയാം ആരാണ് കൊല്ലപ്പെടുക എന്ന്.
അബൂജലി പറഞ്ഞ വാക്ക വഹാദ ഐലൻ നബിയുൻ ആഖർ മിൻ ബനിൽ മുത്തലിബി സയഅലമു ഖദം മനിൽ മഖ്തൂലി നഹ്നു ഇൽതഖൈന. നാളെ യുദ്ധം നടത്തി കഴിഞ്ഞാൽ ആരൊക്കെ മരിക്കും എന്നുള്ളത് അറിയാം. കാരണം പുതിയൊരു പ്രവാചകൻ കൂടി വന്നിട്ടുണ്ട് ബനുൽ മുത്തലിബിൽ, പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് അബൂജഹൽ. അബൂ സുഫിയാനും സംഘവും രക്ഷപ്പെട്ടത് അറിഞ്ഞിട്ടും അഹങ്കാരത്തോടെ യുദ്ധത്തിലേക്ക് എടുത്തുചാടുന്ന അബൂജഹലിൻ്റെ നിലപാടിനോട് വിയോജിച്ചുകൊണ്ട് ജുഹഫയിൽ വെച്ച് അഖ്നസ് ബിൻ ഷരീഖിൻ്റെ നേതൃത്വത്തിൽ ബനൂ സുഹ്റ ഗോത്രക്കാരായ 300ഓളം ആളുകൾ മക്കയിലേക്ക് തന്നെ മടങ്ങി. ബനൂ സുഹ്റ ഗോത്രത്തിൽപ്പെട്ട ഒരാളും ബദ്റിൽ പങ്കെടുത്തിട്ടില്ല. അതോടൊപ്പം താലിബ് ബിൻ അബി താലിബും വഴിമധ്യേ ഖുറൈശികളുമായി തെറ്റിപ്പിരിഞ്ഞ് മക്കയിലേക്ക് മടങ്ങി. യുദ്ധമുന്നണിയിലുണ്ടായ അനൈക്യവും സൈന്യത്തിലെ കൊഴിഞ്ഞുപോക്കും ഖുറൈശികളെ ആശങ്കയിലാഴ്ത്തി. എങ്കിലും അവർ വീരവാദങ്ങൾ മുഴക്കി ബദറിലേക്ക് യാത്ര തിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും ദഫ്രാൻ എന്ന പ്രദേശത്തെത്തി. അപ്പോഴാണ് അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി മക്കക്കാർ വരുന്നുണ്ടെന്ന വിവരം ലഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ സ്വഹാബികളുമായി കൂടിയാലോചന നടത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു എന്നിവർ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു നബിയെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവരുടെ അനുയായികൾ പറഞ്ഞതുപോലെ നിങ്ങളും നിങ്ങളുടെ റബ്ബും പോയി യുദ്ധം ചെയ്യൂ. ഇദ്ഹബ് അന്ത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ വലാകിൻ ഇദ്ഹബ് അന്ത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകുമാ മുഖാതിലൂൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവരുടെ അനുയായികൾ പറഞ്ഞതുപോലെ നിങ്ങളും നിങ്ങളുടെ റബ്ബും പോയി യുദ്ധം ചെയ്യൂ, ഞങ്ങൾ ഇവിടെ ഇരിക്കാം എന്ന് ഞങ്ങൾ അങ്ങയോട് പറയില്ല നബിയെ. അങ്ങും അള്ളാഹു യുദ്ധം ചെയ്യുക, നിശ്ചയം ഞങ്ങളും നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്യുന്നതാണ്. ഇദ്ഹബ് അന്ത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകുമാ മുഖാതിലൂൻ. നബിയെ തങ്ങളും തങ്ങളുടെ റബ്ബും യുദ്ധം ചെയ്യുക, ഞങ്ങളും തങ്ങളോടൊപ്പം യുദ്ധം ചെയ്യും എന്നാണ് പറയുക. അൻസാറുകൾ ആരും പ്രതികരിച്ചിരുന്നില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാമെന്ന് മുമ്പ് ഉടമ്പടി ചെയ്തവരായിരുന്നു. അതിനാൽ അവരുടെ അഭിപ്രായം കൂടി അറിയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അഭിപ്രായം ആരാഞ്ഞു. അപ്പോൾ അൻസാറുകളിൽപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് അൻസാറുകളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. നബിയെ, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നീങ്ങുക, ഞങ്ങൾ അങ്ങയോടൊപ്പം ഉണ്ട്. അള്ളാഹു സത്യം, ഈ കടലിൽ ചാടണമെന്നാണ് അങ്ങ് ഞങ്ങളോട് കൽപ്പിക്കുന്നതെങ്കിൽ അങ്ങയോടൊപ്പം ചാടാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളും പിന്മാറുകയില്ല. അത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ സന്തോഷിച്ച് അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ സന്തോഷത്തോടെ യാത്ര തിരിക്കുക. നിശ്ചയം അള്ളാഹു രണ്ടിൽ ഒരു സംഘത്തെ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഫവല്ലദീ ബഅസക ബിൽ ഹഖ് ലവിസ്തഅർത ബിനാ ഹാദൽ ബഹ്റ ഫഖുൽതഹു ലഖുൽനാഹു മഅക് മാ തഖല്ലഫ മിന്നാ റജുലുൻ വാഹിദുൻ സീറു വബിശ്റു ഫഇന്നല്ലാഹ തആല ഖദ് വഅദനി ഹദ ത്വായിഫതൈനി വല്ലാഹി ലകന്നി അൽആന അൻദുറു ഇലാ മസാരിൽ ഖൗം. അള്ളാഹു രണ്ടിലൊരു സംഘത്തെ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു സത്യം, ഖുറൈശികൾ മരിച്ചു വീഴുന്ന സ്ഥലം ഞാനിതാ കണ്ടുകൊണ്ടിരിക്കുന്നു. ഖുറൈശികൾ യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന സ്ഥലം ഞാൻ ഇപ്പോൾ തന്നെ കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിം സൈന്യത്തെ 2 ഭാഗമായി തിരിച്ചിരുന്നു. ഒന്ന് മുഹാജിറുകളുടെ സംഘം, 2 അൻസാറുകളുടെ സംഘം. മുഹാജിറുകളെ പ്രതികരിച്ച് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനും അൻസാറുകളെ പ്രതികരിച്ച് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനും ഓരോ കറുത്ത കൊടികൾ കൈമാറി. മുസ്ലിങ്ങളെ മൊത്തം പ്രതികരിച്ച് മിസ്അബ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു വെളുത്ത കൊടിയും നൽകി. സൈന്യത്തിൻ്റെ വലതുഭാഗത്ത് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിനെയും ഇടതുഭാഗത്ത് മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിനെയും പിൻഭാഗത്ത് ഖൈസ് ബിൻ അബി സബ്സഅത്ത് റളിയല്ലാഹു അൻഹുവിനെയും നേതാവാക്കി നിശ്ചയിച്ചു. സൈന്യത്തിൻ്റെ മൊത്തം നേതൃത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുത്തു. ദഫ്രാനിൽ നിന്ന് യാത്ര തിരിച്ച മുസ്ലിം സൈന്യം അസാഫിർ വഴി റമളാൻ 16 ബദറിൻ്റെ അല്പം ദൂരെ എത്തുകയും അവിടെ തമ്പടിക്കുകയും ചെയ്തു. ദഫ്രാനിൽ നിന്ന് യാത്ര ചെയ്ത മുസ്ലിം സൈന്യം അസാഫിർ വഴി റമളാൻ 16 ബദറിൻ്റെ അല്പം ദൂരെ എത്തുകയും അവിടെ തമ്പടിക്കുകയും ചെയ്തു.
ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിസരം നിരീക്ഷിക്കാൻ ഇറങ്ങി. അവർ ഒരു വയോധികനെ കണ്ടു. അയാളോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും ഖുറൈശികളെക്കുറിച്ചും ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ ആരാണെന്ന് പറയാതെ ഞാൻ അവരെക്കുറിച്ച് പറഞ്ഞു തരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ചോദിക്കുന്നത്, നബിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? നിങ്ങൾ ആരാണെന്ന് വ്യക്തമാക്കി തന്നാലേ ഞാൻ പറയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, നിങ്ങൾ ആദ്യം വിവരങ്ങൾ പറയുക, ശേഷം ഞങ്ങൾ ആരാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ പറയാം. എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് മുഹമ്മദും സംഘവും ഇന്നാലെന്ന ദിവസം മദീനയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഞാൻ കേട്ടത് സത്യമാണെങ്കിൽ അവർ ഇന്നാലെന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും തമ്പടിച്ച സ്ഥലമാണ് അയാൾ കൃത്യമായി പറഞ്ഞത്. അതുപോലെ ഖുറൈശികൾ ഇന്ന ദിവസമാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്. കേട്ടത് ശരിയാണെങ്കിൽ അവർ ഇന്നാലെന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടാകും. അവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വിവരങ്ങൾ കൈമാറിയ ശേഷം അയാൾ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾ മായിൽ നിന്ന് വരുന്നവരാണ്. മാ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബീജത്തുള്ളിയിൽ നിന്നുള്ളവരാണ്. മാ വെള്ളം, ബീജത്തുള്ളിയിൽ നിന്നുള്ളവരാണ്. അപ്പം മായിൽ നിന്ന് വരുന്നവരാണെന്ന് പറഞ്ഞു. ഏത് മായിൽ നിന്ന്? അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇറാഖിലെ മായിൽ നിന്നാണോ അതോ ഇറാഖിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് മായിൽ? അപ്പം ഇറാഖിലെ മായിൽ നിന്ന് വന്നവരാണോ? അയാൾ മനസ്സിലാക്കിയത് ഇറാഖിലെ മാഹി എന്ന പ്രദേശത്തുകാരാണ് ഇവരെന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ അവിടെ നിന്ന് മടങ്ങി. അവിടുന്ന് മടങ്ങി വിശദീകരിക്കാൻ നിന്നില്ല. വൈകുന്നേരമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും സുബൈറുൽ അവ്വാർ റളിയല്ലാഹു അൻഹുവിനെയും സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെയും പരിസര നിരീക്ഷണത്തിന് നിയോഗിച്ചു. ഖുറൈശികൾക്ക് വെള്ളം ശേഖരിച്ചു കൊണ്ടുപോകുന്ന 2 അടിമകളെ അവർ പിടികൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ഖുറൈശികളെക്കുറിച്ച് വല്ല വിവരവും? മറുപടി, അവർ ഈ ചെരൽക്കുന്നിൻ്റെ അപ്പുറത്തുണ്ട്. ഖുറൈശികളെക്കുറിച്ച് വല്ല പിടിപാട് നിങ്ങൾക്കുണ്ടോ, അറിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു, അവർ ഈ ചെരൽക്കുന്നിൻ്റെ അപ്പുറത്തുണ്ട്. ചോദ്യം, എത്ര പേരുണ്ട്? മറുപടി, ധാരാളമുണ്ട്, എണ്ണം അറിയില്ല. ചോദ്യം, അവർ ദിവസവും എത്ര ഒട്ടകത്തെ അർത്താണ് ഭക്ഷിക്കുന്നത്? മറുപടി, ചില ദിവസം 9, ചില ദിവസം 10 വീതം ഒട്ടകങ്ങളെ അറുത്തവർ ഭക്ഷിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ 900-നും 1000-നും ഇടയിലുണ്ടാകും. അവരിൽ ആരൊക്കെയുണ്ട്? മറുപടി, അബൂ ജഹ്ലി, ഉത്ബത്ത്, ശൈബത്ത്, ഉമയ്യത്ത് തുടങ്ങി നിരവധി പ്രമാണിമാരുടെ പേര് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, മക്കയിദ, അതിൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളെ നിങ്ങൾക്ക് വലിച്ചെറിഞ്ഞു തന്നിരിക്കുന്നു. ഹാദിഹി മക്കത്തു ഖദ് അൽഖതി ഇലൈക്കും അഫ്ലാദ കബ്ദിഹാ. മക്കയിദ, അതിൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളെ നിങ്ങൾക്ക് വലിച്ചെറിഞ്ഞു തന്നിരിക്കുന്നു. കാര്യമായ നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ. ഖുറൈശികൾ ബദർ ജലാശയത്തിനടുത്തുള്ള ഒരു മണൽക്കുന്നിന് പിന്നിലും മുസ്ലിങ്ങൾ ജലാശയത്തിൽ നിന്ന് അല്പം അകലെയുമാണ് തമ്പടിച്ചിരുന്നത്. 2 വിഭാഗത്തിനും പരസ്പരം കാണാൻ സാധിക്കുമായിരുന്നില്ല. മുസ്ലിങ്ങൾ നിലയുറപ്പിച്ച സ്ഥലത്ത് കാലിടറുന്ന രൂപത്തിലുള്ള മിനുസമുള്ള പൊടികളായിരുന്നു. അതവർക്ക് നടക്കാനും മറ്റും പ്രയാസം സൃഷ്ടിച്ചു. മാത്രവുമല്ല, അവരിൽ പലർക്കും വലിയ അശുദ്ധി ഉണ്ടാവുകയും ദാഹിക്കുകയും ചെയ്തു. വെള്ളം കിട്ടാതെ പ്രയാസപ്പെട്ടപ്പോൾ അവരുടെ പ്രയാസം നീക്കാൻ വേണ്ടി അന്ന് രാത്രി അള്ളാഹു ഒരു മഴ നൽകി. അതോടെ ഭൂമി ഉറക്കുകയും അവരുടെ പ്രയാസങ്ങൾ നീങ്ങുകയും ചെയ്തു. അതേസമയം പ്രസ്തുത മഴ കാരണം ഖുറൈശികളുടെ ഭൂമി ചെളി നിറഞ്ഞ് അതിലൂടെ നടക്കാൻ സാധിക്കാതെ അവർ പ്രയാസപ്പെട്ടു. അപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘവും ജലാശയത്തിനടുത്തേക്ക് നടന്നെടുക്കുകയും അവിടെ സ്ഥാനം പിടിക്കുകയും ചെയ്തു. തന്ത്രപരമായ നീക്കത്തിലൂടെ ബദറിലെ ജലാശയത്തിനടുത്ത് മുസ്ലിങ്ങൾ സ്ഥാനം പിടിച്ചു. ശേഷം ഹുബാബ് ബിൻ മുൻദിർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായപ്രകാരം അവിടെ ഒരു ഹൗള് നിർമ്മിച്ച് അതിൽ വെള്ളം നിറക്കുകയും അവിടെയുണ്ടായിരുന്ന മറ്റു കിണറുകൾ മണ്ണിട്ട് മൂടുകയും ചെയ്തു. പാതിരാത്രി മുസ്ലിങ്ങൾ നടത്തിയ ഈ ആസൂത്രിത നീക്കം ഖുറൈശികൾക്ക് അറിയാൻ സാധിച്ചില്ല. അതോടെ ഖുറൈശികൾക്കുള്ള ജലസ്രോതസ്സുകൾ തടഞ്ഞു. കുടിക്കാനുള്ള വെള്ളം അവർക്കില്ല. ഹൗള് കെട്ടിയുണ്ടാക്കിയ ശേഷം സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ഒരു കൂടാരം നിർമ്മിക്കാം, അവിടെ ഒരു വാഹനം ഏർപ്പാട് ചെയ്യാം. ശേഷം ഞങ്ങൾ യുദ്ധത്തിനിറങ്ങും.
അള്ളാഹു വിജയം തരുന്ന പക്ഷം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതല്ല മറ്റു വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ഉടനെ അങ്ങ് വാഹനപത്ത് കയറി മദീനയിലേക്ക് രക്ഷപ്പെടണം. അവിടെ ഞങ്ങളെക്കാൾ ഏറെ അങ്ങയെ ഇഷ്ടം വെക്കുന്ന സ്നേഹജനങ്ങളുണ്ട്. അങ്ങ് യുദ്ധത്തിൽ അകപ്പെടുമെന്ന് അറിയാമായിരുന്നെങ്കിൽ അവർ അങ്ങയോടുകൂടെ വരാതിരിക്കുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യം യുദ്ധമായിരുന്നില്ലല്ലോ. പുറപ്പെടുമ്പോഴുള്ള ഉദ്ദേശം കച്ചവട സംഘത്തെ പിടികൂടുക എന്നുള്ളതാണല്ലോ. ഒരു യുദ്ധം ഉദ്ദേശിച്ച് പുറപ്പെടുന്നുവെങ്കിൽ ഒരിക്കലും ആ മദീനക്കാർ തങ്ങളെ വിടില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്തോഷിപ്പിച്ചു. അവിടുന്ന് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്മതപ്രകാരം യുദ്ധമൈതാനിയുടെ ഒരു ഭാഗത്ത് നബിക്ക് വേണ്ടി ഈന്തപ്പന ഓല കൊണ്ട് ഒരു കൂടാരം നിർമ്മിച്ചു. ഇന്നും അറിയപ്പെടുന്ന മസ്ജിദുൽ അരീഷ് എന്ന പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണത്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൂടാരം നിർമ്മിച്ചത്. പ്രസ്തുത രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധമൈതാനിയുടെ ചില ഭാഗങ്ങളിൽ കൈവച്ചുകൊണ്ടിങ്ങനെ പറഞ്ഞു, ഇത് ഉത്ബത്ത് ബിൻ റബിയ മരിച്ചു വീഴുന്ന സ്ഥലമാണ്, ഇത് ഷൈബത്ത് ബിൻ റബിയ മരിച്ചു വീഴുന്ന സ്ഥലമാണ്, ഇത് ഉമയ്യത്ത് ബിൻ ഖലഫ് മരിച്ചു വീഴുന്ന സ്ഥലമാണ്, ഇത് അബൂജഹൽ ബിൻ ഹിഷാം മരിച്ചു വീഴുന്ന സ്ഥലമാണ്, ഇത് ഇന്നാലെന്ന വ്യക്തി നാളെ മരിച്ചു വീഴുന്ന സ്ഥലമാണ്, ഇൻഷാ അള്ളാഹ്. ഇത് പറഞ്ഞ് വ്യത്യസ്ത ഭാഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ് യുദ്ധം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരാളും അവിടുന്ന് കൈവച്ച് കാണിച്ചു തന്ന സ്ഥലത്ത് നിന്ന് സ്ഥാനം തെറ്റിയിരുന്നില്ല. എല്ലാവരും യഥാസ്ഥാനത്ത് തന്നെ മരിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ് യുദ്ധത്തിൻ്റെ തലേ ദിവസം രാത്രി മഴ പെയ്തു. ഞങ്ങളെല്ലാം മരച്ചുവട്ടിലും മറ്റും ഇടം പിടിച്ചു അവിടെ സുഖമായി കിടന്നുറങ്ങി. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഭാതം വരെ ഒരു മരച്ചുവട്ടിൽ നിന്ന് നിസ്കരിക്കുകയായിരുന്നു. അവിടുന്ന് സുജൂദിൽ യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്ർ ധാരാളം ചൊല്ലുന്നുണ്ടായിരുന്നു. പ്രഭാതമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളെ വിളിച്ചുണർത്തിയ ശേഷം ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സുബ്ഹി നമസ്കരിച്ചു. നിസ്കാര ശേഷം യുദ്ധത്തിൽ പ്രേരിപ്പിച്ചുകൊണ്ട് അല്പസമയം സംസാരിച്ചു. അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ഞാൻ നടപ്പിലാക്കുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്നതിൻ്റെ മഹാത്മ്യം ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നു. പ്രഭാതമായപ്പോൾ ഖുറൈശികൾ മണൽക്കുന്നിൽ നിന്ന് ബദറിൻ്റെ താഴ്വാരത്തിലേക്ക് ഇറങ്ങി മുസ്ലിങ്ങളുടെ സൈനിക ബലം നിരീക്ഷിക്കാൻ വേണ്ടി ഉമൈർ ബിൻ വഹബിനെ നിയോഗിച്ചു. പ്രഭാതമായപ്പോൾ ഖുറൈശികൾ മണൽക്കുന്നിൽ നിന്ന് ബദറിൻ്റെ താഴ്വാരത്തിലേക്ക് ഇറങ്ങി മുസ്ലിങ്ങളുടെ സൈനിക ബലം നിരീക്ഷിക്കാൻ വേണ്ടി ഉമൈർ ബിൻ വഹബിനെ, പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട് ആ വ്യക്തി, നിയോഗിച്ചു. അയാൾ ചെന്ന് അന്വേഷണം നടത്തിയ ശേഷം ഇങ്ങനെ പറഞ്ഞു, അവർ 300-ൽ അല്പം കൂടുതലോ കുറവോ ഉണ്ട് മുസ്ലിം സൈന്യം. ശേഷം അയാൾ പറഞ്ഞു, നിങ്ങൾ എനിക്ക് സമയം തരൂ, അവർക്ക് ഒളിപ്പോരാളികളോ മറ്റോ സഹായികളോ ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കട്ടെ. ശേഷം അയാൾ കുറേ നേരം അന്വേഷണം നടത്തി. പക്ഷെ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അവരുടെ വാള് മാത്രമാണ് അവർക്ക് അഭയമെന്നും നമ്മിൽ ഒരാൾ കൊല്ലപ്പെടാതെ അവരിലൊരാളെ കൊല്ലാൻ നമുക്ക് സാധ്യമല്ലെന്നും നിങ്ങൾക്ക് മരണത്തെ കൊണ്ടുവരുന്ന പരീക്ഷണങ്ങളെ ഞാൻ കാണുന്നുണ്ടെന്നും ഉമൈർ ഖുറൈശികളോട് പറഞ്ഞു. ഉമൈറിൻ്റെ നിരീക്ഷണം കേട്ട ഹക്കീം ബിൻ ഹിസാം പ്രമാണിയായ ഉത്ബത്തിനോട് ചെന്ന് വിഷയത്തിൻ്റെ ഗൗരവം സൂചിപ്പിച്ചു. യുദ്ധം ചെയ്യാതെ മടങ്ങാമെന്ന് അവർ തീരുമാനിച്ചു. അതിനുവേണ്ടി ഉത്ബത്ത് അനുയായികളെ പ്രേരിപ്പിച്ചു. പക്ഷേ നേതാവ് അബൂജഹലിൻ്റെ സമ്മതം വേണമല്ലോ. അതിനുവേണ്ടി ഉത്ബത്ത് ഹക്കീം ബിൻ ഹിസാമിനെ പറഞ്ഞയച്ചു. ഉത്ബത്തിൻ്റെയും ഹക്കീം ബിൻ ഹിസാമിൻ്റെയും പിന്മാറ്റം കണ്ട് അബൂജഹലിന് കലി കയറി. അവൻ പറഞ്ഞു, അള്ളാഹു സത്യം, വല്ലാഹി ലാ നർജു ഹത്താ യഹ്കും അല്ലാഹു ബൈനനാ വ ബൈന മുഹമ്മദ്. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, നമുക്കും മുഹമ്മദിനും ഇടയിൽ അള്ളാഹു വിധിക്കുന്നത് വരെ നാം മടങ്ങുകയില്ല. അബൂജഹൽ പറഞ്ഞതാ. അനുയായികൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ അബൂജഹൽ മറ്റൊരു തന്ത്രം കൂടി പ്രയോഗിച്ചു. മുസ്ലിങ്ങളുടെ കരങ്ങളാൽ മുമ്പ് വധിക്കപ്പെട്ട അംർ ബിൻ ഹളറമിയുടെ സഹോദരൻ ആമിറിനെ വിളിച്ചുകൊണ്ട് അബൂജഹൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ സഹോദരനെ കൊന്നതിന് തിരിച്ചടിക്കാതെ മടങ്ങാനാണ് ഉത്ബത്തിൻ്റെ തീരുമാനം. നിങ്ങൾ അംറിൻ്റെ വധത്തെക്കുറിച്ച് പറയൂ. അത് കേട്ട ആമിർ തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് വാ അംറാഹ് വാ അംറാഹ്, എൻ്റെ അംറേ എന്ന് വിളിച്ചു പറഞ്ഞു. ഖുറൈശികൾക്കിടയിലൂടെ നടന്ന് മുഹമ്മദിൻ്റെ അനുയായികളിൽ നിന്ന് ഒരാളെ കൊല്ലാതെ ഞാൻ മടങ്ങില്ലെന്ന് ആമിർ ശപഥം ചെയ്തു. അതോടെ അന്തരീക്ഷം കലുഷിതമായി. ജനങ്ങൾ യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടി.
റമദാൻ 17 വെള്ളിയാഴ്ച രാവിലെയാണ് ബദർ യുദ്ധം നടക്കുന്നത്. യുദ്ധം തുടങ്ങാൻ എന്തെങ്കിലും പ്രകോപനം വേണമല്ലോ. അതിനായി മുസ്ലിങ്ങളുടെ ജലാശയത്തിൽ നിന്ന് വെള്ളം എടുത്തു കൊണ്ടുവരാൻ ധൈര്യമുള്ളവർ മുന്നോട്ട് വരൂ എന്ന് അബൂജഹൽ ആജ്ഞാപിച്ചു. ഉടനെ അസ്വദുൽ മഖ്സൂമി തയ്യാറായി. തയ്യാറായി വന്നിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് കരാർ ചെയ്യുന്നു, ഒന്നിരിക്കൽ ഞാൻ മുസ്ലിങ്ങളുടെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഞാനത് പുളിക്കും, അല്ലെങ്കിൽ ഞാൻ മരിക്കും. മൂന്നിലൊന്ന് സംഭവിക്കും. അങ്ങനെ തൻ്റെ കരാറ് പൂർത്തീകരിക്കാൻ വേണ്ടി അയാൾ ജലാശയത്തിനടുത്തേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരം ഹംസ റളിയല്ലാഹു അൻഹു അയാൾ നേരിട്ടു. പോരാട്ടത്തിനൊടുവിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വിട്ട് അസ്വദിൻ്റെ കണങ്കാലിന് കൊണ്ടു. അയാൾ ഹൗദിൽ നിന്ന് അല്പം അകലെ മറിഞ്ഞു വീണു. എന്നിട്ടും രക്തമൊലിക്കുന്ന കാലുമായി അയാൾ മുട്ടുകുത്തി വന്ന് തൻ്റെ വെട്ടുകൊള്ളാത്ത കാലുകൊണ്ട് ഹൗദിൻ്റെ ഒരു ഭാഗം പൊളിച്ചു. അപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു അയാളെ ഹൗദിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തി. അസ്വദിൻ്റെ മരണത്തിലൂടെ അപ്രതീക്ഷിതമായ തിരിച്ചടി നേരിട്ട ശത്രുക്കളിൽ നിന്ന് ഉത്ബത്ത്, സഹോദരൻ ഷൈബത്ത്, മകൻ വലീദ് എന്നിവർ പ്രതികാരദാഹത്തോടെ കളത്തിലിറങ്ങി. അവർ ദന്തയുദ്ധത്തിന് മുസ്ലിങ്ങളെ വെല്ലുവിളിച്ചു. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു, ഔഫ് റളിയല്ലാഹു അൻഹു എന്നീ അൻസാരി ചെറുപ്പക്കാർ കളത്തിലിറങ്ങി. അൻസാരികളെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളെയല്ല ഞങ്ങൾക്ക് ആവശ്യം, ഞങ്ങളുടെ നാട്ടുകാരെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങളുടെ നാട്ടുകാരിൽ നിന്ന് ഞങ്ങളോട് പോരാടാൻ കൊള്ളുന്നവരെ പറഞ്ഞേക്കൂ, ഞങ്ങളോട് നേരിടാൻ കൊള്ളാവുന്നവരെ പറഞ്ഞേക്കൂ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉബൈദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് യുദ്ധത്തിന് ഇറങ്ങാൻ കൽപ്പിച്ചു. ഉബൈദ് റളിയല്ലാഹു അൻഹു ഉബൈദ് റളിയല്ലാഹു അൻഹു ഉത്ബത്തിനെയും അലി റളിയല്ലാഹു അൻഹു ഷൈബത്തിനെയും ഹംസ റളിയല്ലാഹു അൻഹു വലീദിനെയും നേരിട്ടു. അലി റളിയല്ലാഹു അൻഹു ഹംസ റളിയല്ലാഹു അൻഹു അധികം വൈകാതെ അവരുടെ ശത്രുക്കളെ വധിച്ചു. ഉബൈദ് റളിയല്ലാഹു അൻഹുക്ക് ഉത്ബത്തിനും നല്ല പ്രായമുണ്ടായിരുന്നു. ഉബൈദ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ 10 വയസ്സ് കൂടുതലുണ്ടായിരുന്നു. പ്രസ്തുത യുദ്ധം നടക്കുമ്പോൾ ഉബൈദ് റളിയല്ലാഹു അൻഹുവിന് 63 വയസ്സും ഹംസ റളിയല്ലാഹു അൻഹു 58 വയസ്സും അലി റളിയല്ലാഹു അൻഹു 20 വയസ്സുമായിരുന്നു. അദ്ദേഹം തൻ്റെ എതിരാളിയായ ഉത്ബത്തുമായി പോരടിച്ചു. രണ്ടുപേർക്കും വെട്ടേറ്റു. കാലിൽ വെട്ടേറ്റ ഉബൈദ് റളിയല്ലാഹു അൻഹു പോർക്കളത്തിൽ വീണു. രംഗം കണ്ട അലി റളിയല്ലാഹു അൻഹും ഹംസ റളിയല്ലാഹു അൻഹു ഓടി വന്ന് ഉത്ബത്തിനെ വെട്ടി കൊലപ്പെടുത്തുകയും ഉബൈദ് റളിയല്ലാഹു അൻഹുവിനെ താങ്ങിയെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു കാലിൽ വെട്ടേറ്റപ്പോൾ മഹാനവറുകൾ പാടിയൊരു പാട്ടുണ്ട്, വർജു ബിഹി ഐശം മിനല്ലാഹി ആലിയ വൽബാസനി റഹ്മാനു മിൻ ഫദ്ലി മന്നിഹി ലിബാസം മിനൽ ഇസ്ലാമി ഖത്തൽ മസാബിയ. അവരെൻ്റെ കാല് മുറിച്ചാലും ശരി, എൻ്റെ കൈവെട്ടിയാലും ശരി, എൻ്റെ ചിഹ്ന ഭിന്നമാക്കപ്പെട്ടാലും ശരി, ഞാൻ ആഗ്രഹിക്കുന്നത് അർജു ബിഹി ഐശം മിനല്ലാഹി ആലിയ, അള്ളാഹുവിൻ്റെ അടുക്കൽ മഹത്തായ ഉന്നതമായൊരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇസ്ലാമാകുന്ന വസ്ത്രം കൊണ്ട് കുഫിരിയത്താകുന്ന എൻ്റെ ഐബിനെ അള്ളാഹു മറച്ചവനാണ് എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയിട്ടുണ്ട് മഹാനായ ഉബൈദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കാൽപാദം നീട്ടിക്കൊടുത്തു. ഉബൈദ് റളിയല്ലാഹു അൻഹു അതിൽ കിടത്തി. അപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അലസ്തു ഷഹീദൻ യാ റസൂലല്ലാഹ്, അഷ്ഹദു അന്നക ഷഹീദ്. അലസ്തു ഷഹീദ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ഷഹീദാകുമോ? എനിക്ക് ഷഹീദിൻ്റെ കൂലി കിട്ടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഷ്ഹദു അന്നക ഷഹീദ്, ഞാൻ സാക്ഷി നിൽക്കുന്നു നീ ഷഹീദാണ് എന്നതുകൊണ്ട്. യാ റസൂലല്ലാഹ്, ഞാൻ രക്തസാക്ഷിയാണോ? മറുപടി, നിങ്ങൾ രക്തസാക്ഷിയാണെന്ന് ഞാൻ സാക്ഷി നിൽക്കുന്നു. പിന്നീട് യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അദ്ദേഹം സഫ്രാ എന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെടുകയും അവിടെ മറവ് ചെയ്യുകയും ചെയ്തു. ഖുറൈശി പക്ഷത്തിൽ നിന്ന് പ്രധാനികളായ 4 പേർ വധിക്കപ്പെട്ടതോടെ ഇരു സൈന്യവും പരസ്പരം കൂടിക്കലരാൻ തുടങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി വന്ന മുസ്ലിങ്ങളെ അണിയണിയായി നിർത്തി. അവിടുന്ന് ഒരു അമ്പ് കൊണ്ടായിരുന്നു സഫ് ശരിയാക്കിയത്.
അതിനിടയ്ക്ക് അണിയിൽ നിന്ന് അല്പം തെറ്റി നിൽക്കുന്ന സവാദ് റളിയല്ലാഹു വയറ്റിൽ അമ്പ് കൊണ്ട് കുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, നേരെ നിൽക്കൂ. സഫ് ശരിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വയറ്റിൽ കുത്തിയത്, അതിനെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല. സഫ് ശരിപ്പെടുത്തു സവാദെ. അപ്പോൾ സവാദ് റളിയല്ലാഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് എന്നെ വേദനിപ്പിച്ചിരിക്കുന്നു, അതിനാൽ എനിക്ക് പ്രതിക്രിയ എടുക്കാൻ സമ്മതം തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വസ്ത്രം മാറ്റി വയറ് കാണിച്ചു കൊടുത്തു, പ്രതികാരം വീട്ടാൻ പറഞ്ഞു. അപ്പോൾ സവാദ് റളിയല്ലാഹു നബിയെ ആലിംഗനം ചെയ്യുകയും അവിടുത്തെ വയറ് ചുംബിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിന്നെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? മറുപടി, യുദ്ധം വന്നെത്തിയല്ലോ, അതിനാൽ അങ്ങയുമായുള്ള എൻ്റെ അവസാന കരാർ അങ്ങയുടെ ശരീര തൊലിയോട് എൻ്റെ തൊലി ചേരലായിരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊലിയോട് അയാളുടെ തൊലി ചേർന്നാൽ അയാളെ നരകം സ്പർശിക്കുകയില്ല എന്ന് ഖസായിസ് സൂറയിലുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊലി, ആ തൊലിയോട് മറ്റൊരാളുടെ തൊലി സ്പർശിച്ചു കഴിഞ്ഞാൽ നരകം അവന് ഹറാമാണ്. ഇതുകൊണ്ടാണ് സവാദ് റളിയല്ലാഹു അൻഹു ആ ചാൻസ് ഉപയോഗപ്പെടുത്തിയത്. സഫുകൾ കൃത്യമാക്കിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി. ശത്രുക്കൾ നിങ്ങൾക്കരികിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അവരെ അമ്പെയ്ത് തുരത്തുക. അമ്പ് ലക്ഷ്യം തെറ്റാൻ സാധ്യതയുള്ളതിനാൽ ദൂരെ നിന്ന് നിങ്ങൾ അവർക്കെതിരെ അമ്പ് ചെയ്യരുത്. അവർ നിങ്ങളെ വളയുന്നതും വരെ നിങ്ങൾ വാളുയർത്തരുത്. യുദ്ധത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട് ചെറിയ ഒരു ഭാഷണം നടത്തിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടാരത്തിലേക്ക് തന്നെ തിരിച്ചു. ശത്രുക്കൾ മുസ്ലിങ്ങളുമായി ഏറ്റുമുട്ടാൻ തുടങ്ങി. യുദ്ധക്കളം ചൂടുപിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടാരത്തിലിരുന്ന് രംഗം വീക്ഷിച്ചു. കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, വാതിൽക്കൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു കാവൽ നിൽക്കുന്നു. 1000-ഓളം വരുന്ന ശത്രു സൈന്യത്തെയും 300-ൽ പരം മുസ്ലിം സൈന്യത്തെയും കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിബിലക്ക് തിരിഞ്ഞ് കൈകൾ നീട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദ്തനി, അല്ലാഹുമ്മ അത്തിനി മാ വഅദ്തനി, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാമി ലാ തുഅബദ് ഫിൽ അർളി. എന്താണ് ദുആ ചെയ്തത്? അല്ലാഹുവേ, നീ വാഗ്ദാനം ചെയ്ത് നടപ്പിലാക്കി തന്നാലും അല്ലാഹുവേ, നീ മുസ്ലിങ്ങളെ ചെറുസംഘത്തെ നശിപ്പിച്ചാൽ ഭൂമിയിൽ ഇനി നിന്നെ ആരാധിക്കപ്പെടുകയില്ല. അവിടുന്ന് ഖിബിലക്ക് തിരിഞ്ഞ് കൈ ഉയർത്തി നിരന്തരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടുത്തെ ചുമലിൽ നിന്ന് തട്ടം നിലത്ത് വീണു. അത്രയും ഗൗരവത്തിലുള്ള ദുആയിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതെടുത്ത് ചുമലിൽ തന്നെ വെച്ചു കൊടുത്ത ശേഷം പറഞ്ഞു, നബിയേ, യാ നബിയല്ലാഹ്, കഫാക മുനാശദതുക റബ്ബക ഫഇന്നഹു സയനജ്ജിസു ലക മാ വഅദക. നബി, അങ്ങ് പ്രാർത്ഥിച്ചത് മതി, നിശ്ചയം അള്ളാഹു വാഗ്ദാനം നിറവേറ്റുക തന്നെ ചെയ്യും എന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു. അത്രയും ഗൗരവമുള്ള ദുആയിരുന്നു. അപ്പോഴാണ് ഈ ആയത്തിറങ്ങി, തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് സഹായം തേടിയ സമയം അവൻ നിങ്ങൾക്ക് ഇങ്ങനെ ഉത്തരം ചെയ്തു, നിശ്ചയം തുടർച്ചയായി 1000 മലക്കുകളെ അയച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ സഹായിക്കുന്നതാണ്. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടിയ സന്ദർഭം. ഫസ്തജാബ ലക്കും, അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നി മുമിദ്ദുക്കും, ഞാൻ നിങ്ങളെ സഹായിക്കും. ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, 1000 മലക്കുകൾ ഇറക്കിയത്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുതായെന്ന് മയങ്ങി. ഉണർന്ന ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു ഇങ്ങനെ പറഞ്ഞു, സന്തോഷിക്കുക അബൂബക്കർ, അള്ളാഹുവിൻ്റെ സഹായം എത്തിയിരിക്കും. ഇതാ ജിബ്രീൽ അദ്ദേഹത്തിൻ്റെ കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ചു വന്നിരിക്കുന്നു. അബ്ശിർ യാ അബൂബക്കർ, അതാക നസ്റുല്ലാഹ്, ഹാദാ ജിബ്രീൽ ആഖിദുൻ ബിഅനാനി ഫറസി. ജിബ്രീൽ യുദ്ധക്കാലത്തിൽ ഇറങ്ങിയിരിക്കുന്നു. ബദറിൽ ഇതുവരെ കാണാത്ത രൂപത്തിലുള്ള ശക്തമായൊരു കൊടുങ്കാറ്റടിച്ചു. അത് പോയി വീണ്ടും ഒരു കൊടുങ്കാറ്റടിച്ചു. അതും പോയി വീണ്ടും ഒരു കൊടുങ്കാറ്റടിച്ചു. ആദ്യത്തെ കൊടുങ്കാറ്റിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും 1000 മലക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെയും, രണ്ടാമത്തെ കാറ്റിൽ മീകായിൽ അലൈഹിസ്സലാം 1000 മലക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതുഭാഗത്തും,
മൂന്നാമത്തെ കാറ്റിൽ ഇസ്രാഫീൽ അലൈഹി സ്വലാം 1000 മലക്കു നബിയുടെ അടുത്ത് ഭാഗത്തും ഇറങ്ങി. മുതുകിലൂടെ തൂക്കിയിട്ട വെളുത്ത തലപ്പാവുകളുമായിട്ട് ആയിരുന്നു മലക്കളുടെ വരവ്, മലക്കളുടെ അടയാളം. എന്നാൽ ജിബ്രീൽ അലൈഹി സ്വലാമിൻ്റേത് മഞ്ഞ തലപ്പാവായിരുന്നു. മലക്കുകൾ ഇറങ്ങിയതോടെ യുദ്ധത്തിൻ്റെ രൂപം മാറി. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ബദർ യുദ്ധ ദിവസം മുശ്രിക്കുകളുടെ തലയിലേക്ക് ഞങ്ങളിൽ ഒരാൾ വാൾ ചൂണ്ടുമ്പോഴേക്കും വാൾ അവിടെ എത്തുന്നതിന് മുമ്പ് തൻ്റെ ശരീരത്തിൽ നിന്ന് തല വേർപെടുമായിരുന്നു. നമ്മുടെ വാള് ആ ശത്രുവിൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അയാളുടെ തല അറ്റുപോവുകയാണ്. ഫയഖഉ റഅ്സുഹു അൻ ജസദിഹി ഖബ്ല അൻ യസില ഇലൈഹി സൈഫ്. വാള് ശത്രുവിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ശത്രുവിൻ്റെ ഉടലിൽ നിന്ന് തല വേർപെട്ടു പോകുമായിരുന്നു. അബൂ ബുർദ റളിയല്ലാഹു അൻഹു പറയുന്നു, ബദർ യുദ്ധ ദിവസം ഞാൻ 3 തലകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ചെന്നു. ഇങ്ങനെ പറഞ്ഞു, ഇതിൽ 2 ഞാൻ കൊലപ്പെടുത്തിയതാണ്. 3ാമത്തെ തലയെടുത്ത് ഞാൻ കണ്ട നീളമുള്ള ഒരാളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഇന്നാലെന്ന മലക്കാണ്. ലാക്ക ഫുലാനും മിനൽ മലായിക്ക. ആ 3ാമത്തെ മനുഷ്യനെ കൊലപ്പെടുത്തിയത് ഇന്നാലെന്ന മലക്കാണെന്ന് പറഞ്ഞു. ആദ്യം 1000 മലക്കളെ ഇറക്കിയതിനെക്കുറിച്ച് സൂറത്തു അംഫാലിലെ 9ാമത്തെ ആയത്തിൽ അള്ളാഹു പരാമർശിച്ചിട്ടുണ്ട്. ശേഷം അത് 3000 മലക്കളാക്കി അള്ളാഹു തആല വീണ്ടും ഇറക്കി. ഇത് തഖൂലുൽ മുഅ്മിൻ അലൈ യക്ഫിയക്കും അൻ യുമിദ്ദക്കും റബ്ബുക്കും ബി 3000 മിനൽ മലായികത്തി മുൻസിലീൻ. നിങ്ങളുടെ രക്ഷിതാവ് 3000 മലക്കളെ ഇറക്കി നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾക്ക് മതിയാകില്ലേ എന്നങ്ങ് സത്യവിശ്വാസികളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. ആലു ഇംറാനിൽ കാണാം. പിന്നൊരായത്ത് കാണാം, ബലായും തസ്ബീറു തത്തഖു യതൂക്കും മിൻ ഫൗരി മാദാ യുംദദുക്കും റബ്ബുക്കും ബി 5000 മിനൽ മലായികത്തി മുസ്തഫീമീൻ. 5000 മലക്കളെ യുദ്ധത്തിലേക്ക് ഇറക്കി. വമാ ജഅലഹു അല്ലാഹു ഇല്ലാ ബുശ്റാ ലക്കും വലിതത്മഇന്ന ഖുലൂബുക്കും ബിഹി വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു സന്തോഷം ലഭിക്കാനും മനസ്സമാധാനം ലഭിക്കാനും അല്ലാഹു തആല അവതരിപ്പിച്ച സഹായങ്ങളാണ് ഇതൊക്കെ. ഖുറൈശികൾക്ക് ധൈര്യം പകരാൻ യുദ്ധക്കളത്തിൽ ഇബ്ലീസും അനുയായികളും ഉണ്ടായിരുന്നു. സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ രൂപത്തിലായതിനാൽ ഇബ്ലീസിനെ തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല. യുദ്ധത്തിനിറങ്ങുമ്പോൾ പറഞ്ഞതുപോലെ അവിടെ വെച്ച് അവൻ ഖുറൈശികളോട് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല, ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. ലാ ഗാലിബ ലക്കുമുൽ യൗം മിനന്നാസ് വഇന്നി ജാറുൽ ലക്കും. എന്നാൽ ബദറിൽ മലക്കൾ ഇറങ്ങി. ജിബ്രീൽ അലൈഹി സ്വലാം തൻ്റെ അടുക്കിലേക്ക് വരുന്നത് ഇബ്ലീസ് കണ്ടു. ഉടനെ ഹാരിസ് ബിൻ ഹിഷാമിൻ്റെ, പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട് അദ്ദേഹം, കയ്യിൽ പിടിച്ച് നിൽക്കുകയായിരുന്ന അവൻ കൈ വലിച്ചൂരി ഓടാനൊരുങ്ങി. കൂടെ അനുയായികളും ഓടുന്നത് കണ്ടപ്പോൾ ഹാരിസ് ബിൻ ഹിഷാം ചോദിച്ചു, സുറാഖ, നീയല്ലേ ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്നത്? മറുപടി, ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവാകുകയാണ്. നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നു. ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു, അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഇബ്ലീസ് പറഞ്ഞ വാക്കാ. സുറാഖത്തിൻ്റെ രൂപത്തിലാണ് ബദറിൽ വന്നത്. മലക്കൾ ഇറങ്ങിയ കണ്ടപ്പോൾ ഇബ്ലീസും കൂട്ടർ ഓടി. പറഞ്ഞു തന്നാണ്, ഇനി പരിയും മിങ്ങും ഞാൻ നിങ്ങളെ തൊട്ട് ഒഴിവായിരിക്കുന്നു. ഇന്നി ആറാമാലാത്തറവും നിങ്ങൾ കാണാത്ത ഞാൻ കാണുന്നു. ഇന്നി അഖാഫുല്ലാ, ഞാൻ അള്ളാഹനെ ഭയപ്പെടും. വല്ലാഹു ശദീദുൽ ഇഖാബ്, അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. സുറാഖത്താണെന്ന് കരുതിയ ഇബ്ലീസും അനുയായികളും പിന്തിരിഞ്ഞോടിയപ്പോൾ അബൂജഹലും അനുയായികളോട് പറഞ്ഞു, ജനങ്ങളെ, സുറാഖത്തിൻ്റെ വഞ്ചന നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. അവൻ മുഹമ്മദുമായി കരാറുണ്ടാക്കിയിരിക്കുന്നു. ആര്? ഈ സുറാഖത്തിൻ്റെ രൂപത്തിൽ വന്ന ഇബ്ലീസ് മുഹമ്മദുമായിട്ട് കരാറുണ്ടാക്കിയിട്ടുണ്ടാകും. നമ്മളെ ചതിക്കാൻ വേണ്ടി വന്നതാണ്. അവൻ നമ്മളെ വഞ്ചിക്കാൻ വേണ്ടി വന്നതാ. ഉത്ബത്തും ഷൈബത്തും വലീദും മരിച്ചതിൽ നിങ്ങൾ ഭയപ്പെടരുത്. അവർ യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയവരാണ്. അള്ളാഹു സത്യം, മുഹമ്മദിനെയും അനുയായികളെ കയറിൽ ബന്ധിക്കുന്നതുവരെ ഇന്ന് നാം മടങ്ങുകയില്ല എന്ന് അബൂജഹൽ ഇങ്ങനെ വീമ്പിളക്കാൻ തുടങ്ങി. ലാ യഖുറന്നക്കും ഖിദ്ലാനു സുറാഖത്ത് ബിൻ ജുഅ്ശം ലാ യഹൂലന്നക്കും മഖ്തലു ഉത്ബ വശൈബ വൽ വലീദ ഫൈനഹും അജ്ജലൂ വൈമുല്ലാഹി ലാ നർജിഉൽ യൗമ ഹത്താ നുഖ്രിന മുഹമ്മദൻ വസ്വഹാബഹു ഫിൽ ജിബാൽ. ഒരു മടക്കവുമില്ല. ഉത്ബത്തും ഷൈബത്തും വലിയതും കൊല ചെയ്യപ്പെട്ടത് അവർ എടുത്തിയാടിയതുകൊണ്ടാണ്.
അതുകൊണ്ട് എന്തായാലും ഇതിൽ നിന്ന് മടങ്ങുന്ന പരിപാടിയില്ല എന്ന് വീമ്പിളക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ബദർ യുദ്ധ ദിവസം ഞങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അഭയം തേടിക്കൊണ്ടിരുന്നു. എന്നാൽ ഞങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ശത്രുക്കളിലേക്ക് അടുത്തത് അവരായിരുന്നു. അന്നേ ദിവസം ജനങ്ങളുടെ കൂട്ടത്തിൽ വലിയ ധീരനായിരുന്നു അവർ. നഹനു നലൂദു ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ അഖ്റബുനാ ഇലൽ അദു വകാന മിൻ അശദ്ദിൻ നാസി യൗമഇദിൻ ബസ്സാ. ഏറ്റവും നല്ലൊരു ധീര ശൂരപരാക്രമിയായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ധീരനായിരുന്നു. ഘോരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. പലരും വെട്ടേറ്റ് വീണുകൊണ്ടിരിക്കുന്നു. മലക്കുകളുടെ സഹായം മുസ്ലിം സൈന്യത്തിന് ആത്മവീര്യം പകർന്നു. സംഭവിക്കുന്നത് എന്താണെന്നറിയാതെ ശത്രുക്കൾ അന്താളിച്ചു. പലരും യുദ്ധക്കളത്തിൽ മരിച്ചു വീണു. രംഗം കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പിടി ചരൽക്കല്ല് വാരിയെടുത്ത് ഷാഹത്തിൽ വുജൂഹ്, മുഖങ്ങൾ വികൃതമാട്ടെ എന്ന് പറഞ്ഞ് ആദ്യത്തെ പടി ശത്രു സൈന്യത്തിൻ്റെ വലതുഭാഗത്തേക്കും രണ്ടാമത്തേത് ഇടതുഭാഗത്തേക്കും മൂന്നാമത്തേത് അവർക്കിടയിലേക്കും എറിഞ്ഞു. ചരൽക്കല്ലുകൾ ഓരോ ശത്രുവിൻ്റെയും കണ്ണിൽ പതിച്ചു. അവർ കണ്ണുകൾ തിരുമ്മി ദിശയറിയാതെ ആയുധങ്ങൾ വലിച്ചെറിഞ്ഞ് പിന്തിരിഞ്ഞോടി. മുസ്ലിങ്ങൾ അവരുടെ പിന്നാലെ ഓടുകയും ചിലരെ വധിക്കുകയും മറ്റു ചിലരെ ബന്ദികളാക്കുകയും ചെയ്തു. യുദ്ധം അവസാനിച്ചു. യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചു. ശത്രുക്കൾ കനത്ത പരാജയം നേരിട്ടു. ശത്രുപക്ഷത്തിൽ നിന്ന് അബൂജഹൽ, ഉത്തുബത്ത്, ഷൈബത്ത്, അസ്വദ് തുടങ്ങിയ പ്രധാനികളടക്കം 70 പേർ കൊല്ലപ്പെടുകയും 70 പേരെ ബന്ദികളാക്കുകയും ചെയ്തു. മുസ്ലിം പക്ഷത്തിൽ നിന്ന് ആകെ 14 പേർ ഷഹീദായി. ഇതാണ് ബദർ യുദ്ധത്തിൻ്റെ ചെറിയൊരു സംക്ഷിപ്ത ചരിത്രം. ചരിത്രമായതുകൊണ്ട് ഈ രൂപത്തിലാണല്ലോ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ബദറിൽ പങ്കെടുത്തവരെ നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? മറുപടി, മാ തഉദ്ദൂന മൻ ഷഹിദ ബദ്രൻ ഫീക്കും, നിങ്ങളിലുള്ള ബദരീങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? കാല ഖിയാറുന, നമ്മുടെ കൂട്ടത്തിൽ ഖൈറായവരാണ്, ബദറിൽ പങ്കെടുത്ത മഹാരഥന്മാരായ സ്വഹാബികൾ. കാല വക്കദാലിക നഉദ്ദു മൻ ഷഹിദ ബദ്റൻ മിനൽ മലായികത്തി ഫീന, അപ്രകാരം തന്നെ നമ്മുടെ കൂട്ടത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്ത മലക്കുകളെക്കുറിച്ചും അവരെയും അങ്ങനെ തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയുന്നു, ബദറിൽ അള്ളാഹു സഹായിച്ചതിന് നന്ദി ചെയ്യൽ ഓരോ മുസ്ലിമിനും ബാധ്യതയാണ്. അലാ കുല്ലി മുസ്ലിമിൻ അൻ യശ്കുറ അല്ലാഹ ഫീ നസ്രിഹി ബി ബദർ. ഒരിക്കൽ ബദരീങ്ങളിൽപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഖാലിദ് ബിൻ വദീർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എന്തോ അനിഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ ഖാലിദ് ലാ തുഅദി റജുലൻ മിൻ അഹ്ലിൽ ബദർ ഫലൗ അൻഫഖത മിസ്ല ഉഹദിൻ ദഹബൻ ലം തുദ്രിക അമലഹു. ഖാലിദേ, ബദരീങ്ങളിൽപ്പെട്ട ഒരാളെയും നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. ഉഹദ് പർവ്വതത്തോളം സ്വർണം ചെലവഴിച്ചാലും അവരുടെ പ്രവൃത്തി നിങ്ങൾക്ക് എത്തിക്കാനാവില്ല. അത്രമാത്രം മഹാത്മ്യം ബദരീങ്ങൾക്കുണ്ട്. ലാ യദ്ഖുലുൻ നാറ അഹദുൻ ഷഹിദ ബദ്റൻ വൽ ഹുദൈബിയ. വേറെ ഹദീസാണ്, ബദറിലും ഹുദൈബിയയിലും പങ്കെടുത്ത ഒരാളും നരകത്തിൽ കടക്കൂല. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിനെയും അബൂ മർസദുൽ ഗനവി റളിയല്ലാഹു അൻഹുവിനെയും ഒരു യാത്രയ്ക്ക് വേണ്ടി നിയോഗിച്ചു. അലി റളിയല്ലാഹു അൻഹു ഈ സംഭവം ഉദ്ധരിക്കുന്നു. ഞങ്ങളെല്ലാം കുതിരപ്പടയാളികളായിരുന്നു. അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ റൗലത്ത് ഖാഹ് എന്ന തോട്ടത്തിൽ പോവുക. അവിടെ ഒരു അവിശ്വാസിയായ സ്ത്രീയുണ്ട്, സാറ എന്നാണ് അവളുടെ പേര്. അവിടെ കയ്യിൽ ഹാത്തിബ് ബിൻ അബീ ബൽതാഅത്ത് റളിയല്ലാഹു അൻഹു മക്കയിലെ മുശ്രിക്കുകൾക്ക് എഴുതിയൊരു കത്തുണ്ട്. ഫഇന്ന ബിഹാ ഇംറാത്തു മിനൽ മുശ്രികീൻ മഅഹാ സഹീഫത്തുൻ മിൻ ഹാത്തിബ് ബിൻ അബീ ബൽതാഅത്ത് ഇലൽ മുശ്രികീൻ. മക്കയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്താൻ ഉദ്ദേശിച്ച സൈനിക നീക്കത്തെ സൂചിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധീരതയെ അടയാളപ്പെടുത്തി എഴുതിയ ഒരു കത്തായിരുന്നത്. കത്തി ഇങ്ങനെ വായിക്കാം. ഹാത്തിബ് ബിൻ അബീ ബൽതാഅത്ത്, അത് ഖുറൈശികൾക്ക് എഴുതുന്നത്, നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേമാരി പോലത്തെ സൈന്യവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നുണ്ട്. അള്ളാഹു സത്യം, നിങ്ങളുടെ അടുക്കിലേക്ക് ഒറ്റക്കാണ് നബി വരുന്നതെങ്കിൽ പോലും അള്ളാഹു നബിയെ സഹായിക്കുകയും അവിടുത്തോടുള്ള കരാർ നടപ്പിലാക്കുകയും ചെയ്യും. അതിനാൽ ശ്രദ്ധിക്കണം എന്നായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്ഥലത്ത് വെച്ച് ആ സ്ത്രീയെ ഞങ്ങൾ കണ്ടുമുട്ടി. അവൾ ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ചോദിച്ചു, നിൻ്റെ അടുക്കൽ ഉള്ള കത്തെവിടെ? അവൾ പറഞ്ഞു, എൻ്റെ അടുക്കൽ ഒരു കത്തുമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അവളുടെ ഒട്ടകത്തെ മുട്ടുകുത്തിക്കുകയും ഒട്ടകക്കട്ടിൽ പരിശോധിക്കുകയും ചെയ്തു.
പക്ഷെ ഞങ്ങൾക്കൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. എൻ്റെ 2 കൂട്ടുകാർ പറഞ്ഞു, ഒരു കത്തും നാം കാണുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളവ് അറിയില്ലെന്ന് എനിക്കറിയാം, അള്ളാഹു സത്യം. ഒന്നിരിക്കൽ നീ അത് പുറത്തെടുക്കുക, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ വസ്ത്രം അഴിച്ച് പരിശോധിക്കും. ലുഖ്രിജന്നൽ കിതാബ് ഔ ലഉജരി തന്നക്ക. എൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത ശ്രമം കണ്ടപ്പോൾ അവൾ മടക്കിക്കുത്തിലേക്ക് കൈയിട്ട് പ്രസ്തുത കത്ത് പുറത്തെടുത്തു. ഞങ്ങൾ അതുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാത്തിബ് നബി ബൽതാത്തിനോട് ചോദിച്ചു, യാ ഹാത്തിബ്, ഇതിന് നിന്നെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? മറുപടി, യാ റസൂലല്ലാഹ്, ഞാൻ അള്ളാഹുവിനും റസൂലിനും വിശ്വസിക്കുന്നവൻ തന്നെയാണ്, എനിക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ജനങ്ങളുടെ അടുക്കൽ ഒരു സ്വാധീനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിലൂടെ അള്ളാഹു എൻ്റെ സമ്പത്തിനും കുടുംബത്തിനും സംരക്ഷണം നൽകും. അങ്ങയുടെ സ്വഹാബികളിൽ എല്ലാവർക്കും മക്കയിൽ ആളുകളുണ്ടല്ലോ, അവർ മുഖേന അള്ളാഹു അവരുടെ കുടുംബത്തിനും സ്വത്തിനും സംരക്ഷണം നൽകുന്നു എന്നതുപോലെ എൻ്റെ സമ്പത്തിനും കുടുംബത്തിനും സംരക്ഷണം ലഭിക്കുമെന്നാണ് ഈ കത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. ഹാത്തിബ് നബി ബൽതാത്തിൻ്റെ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാത്തിബ് റളിയല്ലാഹു സത്യം പറഞ്ഞിരിക്കുന്നു, അതിനാൽ ഹാത്തിബിനോട് നിങ്ങൾ നന്മയല്ലാതെ പറയരുത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിശ്ചയം ഹാത്തിബ് അള്ളാഹുവിനെയും റസൂലിനെയും മുഅ്മിനീങ്ങളെയും വഞ്ചിച്ചിരിക്കുന്നു, അതിനാൽ എനിക്ക് സമ്മതം തരൂ, ഞാൻ അവൻ്റെ പിരടി വെട്ടാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഉമർ, നിങ്ങൾക്ക് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾ ഉദ്ദേശിച്ചത് ചെയ്തോളൂ എന്ന് അള്ളാഹു ബദരീങ്ങളിലേക്ക് വെളിവായി പറഞ്ഞത് നിങ്ങൾക്കറിയില്ലേ? അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇരു കണ്ണുകളും നിറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, അള്ളാഹു റസൂലു അഅലം. ആ ബദരീങ്ങളിൽ പങ്കെടുത്ത ഒരൊറ്റ കാരണം കൊണ്ട് ഹാത്തിബ് നബി ബൽതഅത്തിന് ആ വലിയ വിപത്തിൽ നിന്നും രക്ഷ കിട്ടി. പക്ഷേ അദ്ദേഹം ഒരു ദുരുദ്ദേശത്തോടുകൂടി ആയിരുന്നില്ല കത്ത് എഴുതിയത്. അപ്പം അത്രമാത്രം മഹത്വം ബദരീങ്ങൾക്കുണ്ട്. സെയ്ദ് ബിൻ ഉഖൈൽ റളിയല്ലാഹു അൻഹു പറയുന്നു, പടിഞ്ഞാറ് നാട്ടിൽ ഒരു കാലത്ത് വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഒരു വഴിക്കുള്ള യാത്ര നിലച്ചുപോയിരുന്നു. കള്ളന്മാരുടെ ശല്യം കാരണം മറ്റാരും വഴിയിലൂടെയുള്ള യാത്രയും നിലച്ചുപോയിരുന്നു. ഈ 2 വഴിയിലൂടെ ആര് യാത്ര ചെയ്താലും എത്ര ആൾബലമുണ്ടെങ്കിലും ആയുധങ്ങളുണ്ടെങ്കിലും ശരി, അവർ നശിക്കുന്നതല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. എണ്ണമറ്റ ആളുകളും ധാരാളം സമ്പത്തും ഈ വഴികളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫമാ കുന്തു അറാ അഹദൻ യതീമിൻ ഹാതീനി തരീഖതി ഇല്ലാ അലക വലൗ കാന ഫീ അദദിൻ കസീരി മിനൽ റിജാലി വലാത്തിൽ ഖിതാൽ. എത്ര ആയുധം ഉണ്ടായിട്ടും കാര്യമില്ല, ആൾബലമുണ്ടായിട്ടും കാര്യമില്ല, ആ 2 വഴിയിലൂടെ ആർക്കും രക്ഷപ്പെടാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഞങ്ങളിരിക്കുമ്പോൾ ആ വഴിയിലൂടെ ധാരാളം കച്ചവടച്ചരക്കുമായി ഒരാൾ കടന്നു വന്നു. അയാളുടെ കൂടെ അയാളുടെ അടിമ മാത്രമേ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്തോ പേരുകൾ ചൊല്ലുന്നത് പോലെ ചുണ്ടുകൾ അനക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പിതാവ് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് വലിയ മാറ്റമുണ്ടല്ലോ, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വലിയ സമ്പത്തുമായി ഈ വഴിക്ക് രക്ഷപ്പെട്ടു വന്നത്? കാലങ്ങളായി കള്ളന്മാരുടെയും വന്യമൃഗങ്ങളുടെയും ശല്യം കാരണം മുടങ്ങിക്കിടക്കുന്ന വഴിയാണല്ലോ ഇത്. ഒരടിമ മാത്രമാണല്ലോ നിങ്ങൾ കൂടെ ഉള്ളത്. അയാൾ പറഞ്ഞു, ബദറിൽ വെച്ച് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുകയും ശത്രുക്കൾ നേരിടുകയും ചെയ്ത സൈന്യവുമായിട്ടാണ് ഞാൻ ഈ വഴിയിൽ പ്രവേശിച്ചത്. അതിനാൽ ഒരു കള്ളനെയും വന്യമൃഗത്തെയും ഞാൻ ഭയപ്പെട്ടിട്ടില്ല. ശേഷം അയാൾ പറഞ്ഞു, എനിക്ക് മറ്റൊരു സംഭവം കൂടെ പറയാനുണ്ട്. ഞാൻ ആദ്യകാലത്ത് കൊള്ളക്കാരുടെ നേതാവായിരുന്നു. കാഫില കൂട്ടങ്ങളെ കച്ചവടക്കാരാകട്ടെ ഞങ്ങൾക്കരികിലൂടെ ആര് പോയാലും അവരുടെ സമ്പത്ത് ഞങ്ങൾ കവർച്ച ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു ദിവസം ഞങ്ങളുടെ നിരീക്ഷകൻ വന്നിട്ട് പറഞ്ഞു, ഇന്നാലെന്ന കച്ചവടക്കാരൻ വലിയ സമ്പത്തുമായി വരുന്നുണ്ട്. അയാളുടെ കൂടെ ആകെ 15 ആളുകൾ മാത്രമേ ഉള്ളൂ. അയാൾ ഞങ്ങളുടെ അടുക്കലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 10 ആളുകളെ ഞങ്ങൾ വകവരുത്തി. ശേഷം കച്ചവടക്കാരൻ ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നു. ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഈ സമ്പത്ത് എടുക്കുകയാണ്, നിങ്ങളും അവശേഷിക്കുന്നവരും വേഗം രക്ഷപ്പെടുക. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ കൂടെ ബദരീങ്ങളുണ്ട്, അതിനാൽ നിങ്ങൾക്ക് അതിന് സാധ്യമല്ല. ഞങ്ങൾ ചോദിച്ചു, ആരാണ് ബദരീങ്ങൾ? മറുപടി, ഞാൻ അവരുടെ പേരുകൾ ചെല്ലാം, നിങ്ങൾ കാത്തിരുന്നോളൂ. ശേഷം അദ്ദേഹം ഞങ്ങൾക്ക് അറിയാത്ത കുറേ പേരുകൾ ചെല്ലാൻ തുടങ്ങി. അപ്പോഴേക്കും ഞങ്ങൾക്ക് ഒരുതരം പേടി പിടികൂടി. ശക്തമായ കാറ്റടിച്ച് വീശി കുളമ്പടി ശബ്ദവും ആയുധങ്ങളും കുന്തങ്ങളും കൂട്ടിമുട്ടുന്ന ശബ്ദവും ഞങ്ങൾ കേട്ടു. ഇത് കേട്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ശേഷം ഞാൻ ആ കച്ചവടക്കാരൻ്റെ മുമ്പിൽ ചെന്ന് തൗബ ചെയ്തു അദ്ദേഹത്തോട് ആ പേരുകൾ എഴുതി തരാൻ പറഞ്ഞു. അദ്ദേഹം അത് എഴുതി തരികയും ഞാനത് മനഃപ്പാടമാകുകയും ചെയ്തു. പിന്നെ കടലിലാണെങ്കിലും കരയിലാണെങ്കിലും യാത്ര ചെയ്യുമ്പോൾ വല്ലതും ഭയപ്പെട്ടാൽ ഞാനത് ചെല്ലുകയും അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. ഈ വഴിയിൽ പ്രവേശിക്കുമ്പോഴും ഞാനത് ചൊല്ലിയിട്ടാണ് ഇറങ്ങിയത്. അതിനാൽ കള്ളന്മാരോ വന്യമൃഗങ്ങളോ എന്നെ കണ്ടപ്പോഴെല്ലാം അവർ വഴിമാറിപ്പോവുകയാണ് ചെയ്തത്. അത് ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്.
സ്വാലിഹികളുടെ കൂട്ടത്തിൽ പെട്ട ഒരു കച്ചവടക്കാരൻ, ഇത് വേറെ സംഭവമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരിക്കൽ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചു. എനിക്കാണെങ്കിൽ ധാരാളം സമ്പത്തുണ്ടായിരുന്നു. കള്ളന്മാർ അത് മോഷ്ടിക്കുമോ എന്ന് ഭയപ്പെട്ട ഞാൻ ഒരു കടലാസിൽ ബദരീകളെ പേരുകൾ എഴുതി വാതിൽപ്പടിയിൽ വെച്ചു. ഇത് നമ്മളെ ബദർ മൗലൂദിൽ കാണാം ഈ സംഭവം. ഞാൻ യാത്ര തിരിച്ചു. ഞാൻ വീട്ടിലില്ലാത്ത അവസരം നോക്കി കള്ളന്മാർ വന്നു. അവർ തട്ടിൻപുറത്ത് കയറിയപ്പോൾ വീട്ടിൽ നിന്ന് സംസാരവും ആയുധങ്ങളുടെ ശബ്ദവും കേട്ടു. കാഴക്കാത്ത സിലാഹ് വസ്തിമാക്കി റിമാഹ്. അവർ തിരിച്ചുപോയി. രണ്ടാമത്തെ ദിവസം വന്നപ്പോഴും പ്രസവ ശബ്ദം കേട്ടു. അവർ മോഷണം ഉപേക്ഷിച്ചു. ഞാൻ തിരിച്ചു വന്നപ്പോൾ കള്ളന്മാരുടെ നേതാവ് വന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ ആരെയെങ്കിലും നിർത്തിയിരുന്നോ? മറുപടി ഇല്ല. ചോദ്യം, കാവലിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും വീട്ടിൽ വെച്ചിരുന്നോ? മറുപടി, ഞാനൊരു കഷ്ണം കടലാസിൽ ഈ ആയത്ത് എഴുതുകയും അതോടൊപ്പം ബദരീകളുടെ മുഴുവൻ പേരുകളും എഴുതി വീട്ടിൽ പടിയിൽ വെച്ചിരുന്നു. അപ്പോൾ കള്ളൻ പറഞ്ഞു, അതെനിക്ക് മതി. അയാൾ എന്നിൽ നിന്ന് ആ പേരുകൾ എഴുതിയെടുത്തു. ഇത് ബദർ മൗലൂദിൽ കാണുന്ന സംഭവം. ആസ്മാവുൽ ബദർ എഴുതി വെച്ച കാരണം കൊണ്ടാണ് ആ വീട്ടിൽ ആ കള്ളന്മാർ കയറാതെ തിരിച്ചു പോന്നിരുന്നത്. ഇങ്ങനെ എത്ര സംഭവങ്ങൾ, ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാന്മാരായ അസ്ഹാബുൽ ബദരികൾ വലിയ പവറുള്ളവരാണ്. അവരുടെ പവർ കൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാ വിഷമങ്ങളും തീർത്ത് സലാമത്താക്കി തിരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് നമുക്ക് ഈ വിശുദ്ധമായ റമളാൻ 17 അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മഹാന്മാരുടെ ഗുരുത്വം പൊരുത്തം സമ്പാദിക്കുന്ന സ്വാലിഹികളിൽ അള്ളാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്ത് സലാമത്താക്കി തരുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് صلى وسلم ربنا على الرسول نبينا محمد آميننا فكلنا يا ربنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة تكرم كونوا لنا يا هدنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله എല്ലാ ബലാഉം ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ എമൈ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീകളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദാഹം മൗത്തതി കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഴീനവനാട്ടുവാൻ ബദരീകളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله محمد رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا شفيع الله. خذ بأيدينا قلت حيلتنا أدركنا يا سيدنا يا رسول الله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد.